എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇന്നലകളെ കാണാൻ, കഴിഞ്ഞുപോയ ദോഷങ്ങളെ കാണാൻ, കഴിഞ്ഞുപോയ പാപകരമായ പ്രവർത്തനങ്ങളെ കാണാൻ പടച്ചവനെ വെല്ലുവിളിച്ച ചില ദിനരാത്രങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആ പാപകരമായ പ്രവർത്തനങ്ങളെ കാണാൻ ജീവിതമാകുന്ന ആ ഒരു ഓട്ടപ്പായ്ച്ചിടയിൽ നമുക്ക് നോക്കാൻ വേണ്ടി ഒരു കണ്ണാടി, ഒരു മിറർ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. ഒരു കണ്ണാടി നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം അല്ലേ? നമ്മുടെ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവരാളുകൾ, നമ്മളൊക്കെ പലരും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. 4 വീലറും 2 വീലറും ഒക്കെ കൈകാര്യം ചെയ്യുന്നവരാണ്. ഇപ്പോ 2 വീലറിന്റെ അതേ ബൈക്കിന്റെ ആ ടയറിന്റെ അത്രയും വലിപ്പമുള്ള സൈക്കിളിന്റെ 1-2 സൈക്കിൾ ഇന്നത്തെ യാത്രയിൽ ഞാൻ കണ്ടു. അവിടം വരെ എത്തി സൈക്കിളിന്റെ അവസ്ഥ. സൈക്കിളിന്റെ പഴയ ടയറൊന്നുമല്ല, നല്ല ഇത്ര വീതിയിലുള്ള ബൈക്കിന്റെ ഒക്കെ വീതി വരുന്ന ടയറുകളുള്ള സൈക്കിളുകളാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും വാഹനം നിയന്ത്രിക്കുന്നവരാണ്. നമ്മുടെ 2 വീലർ ആകുന്ന ബൈക്കില് 2 വശത്തും 2 കണ്ണാടികൾ ഉണ്ടാവും അല്ലേ? 2 കണ്ണാടി ഉണ്ടാവൂല്ലേ? എന്നിട്ട് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 2 കണ്ണാടി ഉണ്ടാവും. കാറാണെങ്കിൽ 3 എണ്ണം ഉണ്ടാവും. 1 റൈറ്റും 1 ലെഫ്റ്റും 1 സെന്ററിൽ വണ്ടിയുടെ ഉള്ളിലുണ്ടാവും അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ കണ്ണാടിയിലൂടെ നോക്കിയാൽ കാണുന്നത് പുറകിലുള്ള കാഴ്ചകളാണ്. മുമ്പോട്ടല്ലേ വാഹനം പോകുന്നത്? വാഹനം പോകുന്നത് പുറകിലോട്ടാണോ? എപ്പോഴും റിവേഴ്സ് അല്ലല്ലോ. വളരെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ റിവേഴ്സ് ഗിയർ ഇടലുള്ളൂ. മറിച്ച് നമ്മുടെ വാഹനം മുമ്പോട്ടാ പോകുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്തുന്നു, മുമ്പോട്ട് പോകുന്ന വാഹനത്തിന് പിന്നിലെ കാഴ്ചകൾ കാണാൻ എന്തിനാണ് 3 കണ്ണാടികൾ മുമ്പിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്? മുമ്പോട്ട് പോകുന്ന വാഹനത്തിന് പുറകിലുള്ള കാഴ്ചകൾ കാണാനുള്ള കണ്ണാടി എന്തിനാ? മുമ്പോട്ടുള്ള ഗമനം സുഖകരമാകണമെങ്കിൽ, അപകടരഹിതമാകണമെങ്കിൽ, സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ പിന്നിലെ കാഴ്ചകൾ കാണാൻ എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണാടികൾ ഉണ്ടാവണം. എന്ന് പറഞ്ഞതുപോലെ നാളത്തെ യാത്രയുടെ ഒടുക്കമാകുന്ന മരണം കൊണ്ട് തുടങ്ങുന്ന മരണമില്ലാത്ത ജീവിതത്തിൽ നാം വിജയം വരിക്കണമെങ്കിൽ ഇന്നലകളെ കാണാൻ നമ്മുടെ മുമ്പിൽ, ജീവിതയാത്രയുടെ മുമ്പിൽ നമുക്കൊരു കണ്ണാടി ഉണ്ടാവണം. ആ കണ്ണാടിയിലൂടെ നാം കാണേണ്ടത് മറ്റുള്ളവരുടെ കുറ്റങ്ങളല്ല, മറ്റുള്ളവരുടെ കുറവുകളല്ല, അന്യന്റെ പച്ചറച്ച് തിന്നാനുള്ള വകുപ്പുകളെ കുറിച്ച് അന്വേഷിക്കലല്ല, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ചു പോയ പാതകങ്ങളും കൊടും പാപങ്ങളും പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് നടന്ന രാത്രികളും പകലുകളുമാണ് ആ കണ്ണാടിയുടെ മുമ്പിൽ തെളിഞ്ഞു വരാനുള്ളത്. ആ കണ്ണാടിയുടെ മുമ്പിലൂടെ നാം കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഇടക്കിടക്ക് നമ്മൾ നിസ്സാരന്മാരാണെന്നുള്ളൊരു തോന്നലുണ്ടാവും അല്ലേ? നമ്മളൊക്കെ 5 വഖത്ത് നിസ്കരിക്കുന്നെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത എന്താ? ഞാൻ മോശക്കാരൊന്നുമല്ല, ഞാൻ അത്യാവശ്യം ഈ നാട്ടിലെ കാര്യപ്പെട്ട ഒരാളാണ്, എന്നെക്കാളും ഇബാദത്തുള്ള ആള് വേറെ ഇല്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മുടെ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ സ്വീകരിക്കട്ടെ. ആ മണ്ണിലെത്താത്തവർക്ക് അല്ലാഹു തആല അവിടെ എത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ. പ്രാർത്ഥന കൊണ്ട് മാത്രമേ പരിശുദ്ധമായ ഹജ്ജിനും ഉംറയ്ക്കുമുള്ള അവസരം അല്ലാഹു തആല തരൂ. എത്ര പണമുണ്ടെങ്കിലും, പ്രാർത്ഥനയുണ്ടെങ്കിലും, ആഗ്രഹമുണ്ടെങ്കിലും മാത്രമേ ആ മണ്ണിൽ അല്ലാഹു തആല എത്തിക്കൂ അല്ലേ? മറിച്ച് പണം മാത്രമാണ് മാനദണ്ഡമെങ്കിൽ ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയല്ല. സന്ദർഭോചിതമായി കടന്നു വരുന്ന വിശുദ്ധമായ ഹജ്ജിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറെടുത്തുകൊണ്ട് അതിന്റെ ഓട്ടപ്പാച്ചിലാണ് അതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ. അതുകൊണ്ട് ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞതാ, വളരെ ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം. പണം മാത്രം കൊണ്ട് ഹജ്ജിന് പോകാൻ പറ്റൂല. അങ്ങനെ പോകണമായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിന്റെ പരിസരത്തുള്ള മുഴുവൻ കോടീശ്വരന്മാരും ലക്ഷപ്രഭുക്കരും വിശുദ്ധമായ ഹറമുകളെ വലയം വെക്കുകയും അള്ളാന്റെ ഹബീബായ പ്രവാചകന്റെ ചാരത്ത് ചെല്ലുകയും പരിശുദ്ധമായ അറഫാ സംഗമെന്ന അൽ ഹജ്ജു അറഫ എന്ന് പറയുന്ന അറഫാ സംഗമെന്ന അതിവിശിഷ്ടമായ സംഗമത്തിൽ പങ്കെടുക്കണമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നാട്ടിലുള്ള മുഴുവൻ പണക്കാരും ആ പുണ്യമായ മണ്ണിലെത്തിയിട്ടില്ല. അവർക്ക് പണമില്ലാത്തത് കൊണ്ടല്ല, പ്രൗഢിയില്ലാത്തത് കൊണ്ടല്ല, പടച്ചവന്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവേ, എന്റെ കണ്ണടയുന്നതിന് മുമ്പ് വിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നീ എനിക്ക് ഭാഗ്യം തരണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടില്ല. അതുകൊണ്ടാ പടച്ചവൻ അവസരം കൊടുക്കാത്തത്. ചില ആളുകൾ വിചാരിക്കും ഹജ്ജും ഉംറയും ചെയ്യണമെങ്കിൽ പണമാണ് പ്രധാനം, ആരോഗ്യമാണ് പ്രധാനം. ചില ആളുകളോട് പറയും നിങ്ങൾക്ക് ഹജ്ജിന് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഉസ്താദേ ഞാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള ആളാണ്.
ചില ആളുകളോട് ചോദിക്കുമ്പം പറയും, ഉമ്മാമ നിങ്ങൾക്ക് ഹജ്ജിന് പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ചില ഉമ്മാമമാര് പറയും, ചില പ്രായം ചെന്ന ഉമ്മാമമാര് പറയും, ഉസ്താദേ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല, ഒരാളിന്റെ സഹായത്തോടു കൂടിയല്ലാതെ എനിക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യമല്ല എന്ന് പറയുന്ന പ്രായം ചെന്ന ഉമ്മാമമാരൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾക്കറിയുവോ, പരിശുദ്ധമായ മതാഫുണ്ടല്ലോ, തവാഫ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, സഈ ചെയ്യുന്ന മസ്അയുണ്ടല്ലോ, സഫാ മർവയുടെ ഇടയിലുള്ള നടത്തവും ഓട്ടവും ഉണ്ടല്ലോ, നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിച്ചാൽ വിശുദ്ധമായ ഹറമുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അതാ ഉംറ നിർവഹിക്കുന്നവർ, തവാഫ് നിർവഹിക്കുന്നവർ, സഈ നിർവഹിക്കുന്നവർ എല്ലാവരും പണക്കാരല്ല. എല്ലാവരും പണക്കാരൊന്നുമല്ല. എല്ലാ പണക്കാരും അവിടെ എത്തിയിട്ടില്ല. എല്ലാ പാവപ്പെട്ടവരും അവിടെ എത്താതിരുന്നിട്ടുമില്ല. എത്രയോ പട്ടിണി പാവങ്ങൾ പ്രാർത്ഥനയുടെ വലിപ്പം കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വിശുദ്ധമായ മണ്ണിനെ വലയം വെച്ചത് ഞാൻ ഓർത്തു പോവുകയാണ്. എന്നോടൊപ്പം ഹജ്ജിനുണ്ടായിരുന്നു ഒരു പ്രായം ചെന്ന ഉമ്മാമ. ഞങ്ങളെല്ലാവരെയും കണ്ണു നനയിപ്പിച്ച, ഞങ്ങളെ എല്ലാവരെയും ഏറെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു യാത്രയായിരുന്നു. കാരണം ഞങ്ങളോടൊപ്പം പ്രായം ചെന്ന, രോഗമുള്ള, പ്രയാസമുള്ള, ജീവിത വൃത്തിക്ക് വേണ്ടി ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ആരോരും തന്നെ ചേർത്ത് നിർത്താനില്ലാത്ത ഒരു പ്രായം ചെന്ന ഉമ്മയുണ്ട്. ആ ഉമ്മയുടെ അവസ്ഥ എന്താണെന്നറിയുവോ? ഞങ്ങളോടൊപ്പം ഹജ്ജിന് വന്ന ഉമ്മ, എന്റെ പ്രിയപ്പെട്ടവരെ, കയറി കിടക്കാൻ ഒരിടമില്ല, സ്വന്തമായിട്ടൊരു കൂരയില്ല. ഒരു കാറ്റടിച്ചാൽ പൊളിഞ്ഞു വീഴുന്ന എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെറിയ കൂരയുടെ ഉള്ളിൽ ആ ഉമ്മ താമസിക്കുന്നത്. ആ ഉമ്മയുടെ കൂടെ ഒരു മകളുണ്ട്. ആ മകൾ മാനസിക രോഗമോ അതുപോലത്തെ പ്രയാസമുള്ള രോഗമാണ്. ആ ഉമ്മ സ്വന്തമായിട്ട് കശുവണ്ടി ഫാക്ടറിയിൽ, കാഷ്യൂ ഫാക്ടറിയിൽ പോയി കശുവണ്ടി തല്ലിയിട്ടുണ്ടാക്കുന്ന ചെറിയ ചുല്ലറ തൊട്ടുകൾ ഉണ്ടല്ലോ, ആ തൊട്ടുകൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഹജ്ജിന് വേണ്ടി പോകാൻ വേണ്ടി ഇങ്ങനെ മാറ്റി 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 പട്ടിണിയുടെ പരിവട്ടത്തിന്റെ പിന്നിൽ ആ ഉമ്മ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരുന്നു, റബ്ബേ വിശുദ്ധമായ മണ്ണിൽ എന്നെ എത്തിച്ചു തരണേ അല്ലാഹ്. ഇത്രയും അതീവമായ താല്പര്യത്തോടെ, ഇത്രയും പ്രയാസമുള്ള രോഗിയായ പട്ടിണിയായ ഉമ്മ ഇങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് പലരും പറഞ്ഞു. പലരും അതിൽ സഹായിച്ചു. അൽഹംദുലില്ലാഹ്, അത്ഭുതകരമായി അവിടെ എത്തി. ഞാൻ ചോദിച്ചോട്ടെ, പണമില്ലാത്തവർക്ക് പണമുള്ളവർക്ക് മാത്രമുള്ളൊന്നുമല്ല, ദുആ ചെയ്താൽ അവിടെ എത്തും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വീൽ ചെയറിൽ ഉരുട്ടിക്കൊണ്ടു പോകുന്ന എത്ര ആളുകളാണുള്ളത്? നിങ്ങൾ മത്താഫിൽ നോക്ക്, വീൽ ചെയറിന് മാത്രം മസ്അയിൽ ഒരു ഏരിയ തന്നെയുണ്ട്. അവിടെ ആളുകൾ നടക്കൂല, അവിടെ വീൽ ചെയർ മാത്രമാ. ആരോഗ്യമുള്ളവർ മാത്രമേ പറ്റുള്ളൂ. തോളിലെടുത്ത് ചുമന്നു കൊണ്ടുപോകുന്ന, കാല് താഴെ കുത്താൻ പറ്റാത്തത്ര രോഗമുള്ളവർ മത്താഫിൽ അതാ തവാഫ് ചെയ്യുന്നു, മസ്അയിൽ സഈ ചെയ്യുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി കൂടുതലൊന്നും അതിനെ കുറിച്ച് പറയണ്ടല്ലോ. ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ, ഏതെങ്കിലും ഒരു ഉമ്മ, ഏതെങ്കിലും ഒരു ഉപ്പ ഖൽബ് പൊട്ടി പാതിരാവിന്റെ പഴുതിലൂടെ പടച്ചവരെ വിശുദ്ധമായ മണ്ണിലെത്താൻ എനിക്കും ആഗ്രഹമുണ്ട് റബ്ബേ, വാതില് തുറന്നു തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മണ്ണിൽ ആരെങ്കിലും അത്ഭുതകരമായിട്ട് എത്തിയാൽ അതിന്റെ ഒരു മിസ്ലി സവാബ് എനിക്കും കിട്ടും എന്നതുകൊണ്ടാണ് സന്ദർഭോചിതമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചത്, ആ വിഷയം പറഞ്ഞത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഇന്നലകളെ കാണാൻ എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ, എന്റെ പ്രിയപ്പെട്ട യുവതികൾ, നല്ല ആർജവമുള്ള, കരുത്തുള്ള, തന്റെ ഇടമുള്ള, ചോരത്തിളപ്പുള്ള, ചുറുചുറുക്കുള്ള, എന്തിനും പറ്റുന്ന കരുത്ത്, യുവത്വം അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോരാ, കാസർഗോഡ് ജില്ലയിൽ പ്രവാചകന്റെ പ്രണയത്തോടടുക്കം പറഞ്ഞുകൊണ്ട്, അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ ആവേശത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ടവരെ, മുമ്പ് ഞാൻ ആദ്യമായിട്ടല്ല പേരാൽ കണ്ണൂരിൽ വയത് പറയുന്നത്, മുമ്പ് ഞാൻ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ഉറൂസില്. വളരെ അഭിമാനത്തോടുകൂടി പറയുകയാ, അൽഹംദുലില്ലാഹ്, വളരെ സ്തുത്യർഹമായ നിലയും മാതൃകാ യോഗ്യമായ നിലയിലുമാണ് ഇവിടെ ഉറൂസ് നടത്തുന്നത്. ഞങ്ങൾ പറഞ്ഞു, പള്ളിയുടെ വിഷയം വേണമെങ്കിൽ ആ പഴയ പള്ളിയുടെ എടുത്തു കളയാമായിരുന്നു. ഞാനും അതിന്റെ ഉള്ളിലാണ് സംസ്കരിച്ചത്. ആ പഴയ പള്ളിയുടെ എടുപ്പുണ്ടല്ലോ, എടുപ്പ്, ആ പഴയ പള്ളിയുടെ അസ്തിത്വം എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഉള്ളിൽ നിന്ന് 2 റക്അത്ത് നിസ്കാരം നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആത്മീയ അനുഭൂതി ഉണ്ടല്ലോ,
അതൊരു പ്രത്യേകത. അൽഹംദുലില്ലാ, വളരെ മാതൃകാപരമായ രൂപത്തിൽ, വളരെ വൃത്തിപരമായ രൂപത്തിൽ ഇവിടെ 1 രൂപ കൊടുത്താൽ അത് എങ്ങോട്ട് പോയി എന്ന് ഒരാൾക്കും ചോദിക്കാൻ അവകാശമില്ലാത്ത രൂപത്തില് പള്ളിയും പരിസരവും വെടിപ്പും വൃത്തിയും മനോഹരമായി സൂക്ഷിക്കുന്ന പേരാൽ കണ്ണൂരിലെ പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളോട് വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ, ഇതൊരു മാതൃക പള്ളിയായി, മഹല്ലായി, ഉറൂസായി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, ഉറക്കമുളച്ച, പ്രയാസം സഹിച്ച എത്രയോ ആളുകൾക്ക് ഇന്ന് വഹാബ് നഈമിയാണ്. ഞാൻ സാധാരണ പ്രഭാഷണം കേൾക്കാറുണ്ട്, യൂട്യൂബിലൂടെ കേൾക്കാറുണ്ട്, എഫ്ബിയിലൂടെ കേൾക്കാറുണ്ട്, ഇൻസ്റ്റയിലൂടെ കേൾക്കാറുണ്ട്, പല നിലക്കും ഞാൻ പ്രഭാഷണം കേൾക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും പരിസരത്തുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഇതിന്റെ പ്രവർത്തകരാകുന്ന, വാളണ്ടിയേഴ്സ് ആകുന്ന, നിങ്ങൾ ആലോചിച്ചു നോക്കി അവരുടെ കഷ്ടപ്പാട് എത്രയാ. അവർക്ക് നിങ്ങളുടെ അടുത്ത് കസേര വലിച്ചിട്ടിരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, ഇതിന്റെ സുഖകരമായ പ്രവർത്തനത്തിന് വേണ്ടി പുറത്ത് റോഡിൽ ബാഡ്ജറ്റ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങളെ നിയന്ത്രിച്ചും ആളുകളെ നിയന്ത്രിച്ചും ഓടി നടക്കുന്ന ഇതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ അല്ലാഹു അർഹമായ സവാബ് കൊടുക്കട്ടെ. അവർക്ക് ഇവിടെ ഇരുന്ന് വാഴ കേൾക്കാൻ താല്പര്യമില്ലാത്തതൊന്നുമല്ല, അവർ വെറുതെയല്ല. ഓരോ ഭാഗങ്ങളിലും ഏൽപ്പിച്ച ഉത്തരവാദിത്തം കൺവീനറിന്റെ നേതൃത്വത്തിൽ കൂടുന്ന യോഗത്തിൽ നിങ്ങൾ ഈ ടീം ഈ വർക്ക് ചെയ്യണം, നിങ്ങൾ ഇവിടെ ഉണ്ടാവണം, നിങ്ങൾ അവിടെ ഉണ്ടാകണം, നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഉണ്ടാകണം. വളരെ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തന മേഖലകളിൽ സജീവമായതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കുലുമാലുമില്ലാതെ വളരെ അച്ചടക്കത്തോടെ ഉറൂസ് മുമ്പോട്ട് പോകുന്നത്. അത് എടുത്തു പറയേണ്ടതാ. എന്നെ പോലെയുള്ള ആളുകളൊക്കെ നിരന്തരമായി ഉറൂസുകളിൽ പങ്കെടുക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോ നമ്മുടെ ഹൃദയം, ഞാൻ പറഞ്ഞത്, ഇന്നലകളെ കാണാൻ എന്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കൾക്ക് മുമ്പിൽ ഒരു കണ്ണാടി ഉണ്ടാവണം, അല്ലേ? എന്തു പറഞ്ഞാലും ഉസ്താദെ ഞാൻ നന്നാവൂല, ഞാൻ നേരെ ആവൂല, എന്റെ യുവത്വം ഞാൻ പടച്ചവന് കൊടുക്കൂല, ഞാനത് ടറഫിൽ തീർക്കാനാ തീരുമാനിച്ചിട്ടുള്ളത്, എന്റെ യുവത്വം ഞാൻ പടച്ച തമ്പുരാന് കൊടുക്കൂല, എന്റെ യുവത്വം ഞാൻ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന് കൊടുക്കൂല, ഞാൻ പാതിരയോളം വിളക്ക് മിന്നി കളിക്കുന്ന ടറഫുണ്ടല്ലോ, പ്ലേ ഗ്രൗണ്ട് ഉണ്ടല്ലോ, അവിടെയാ എന്റെ പാതിരാവുകളെ കരുത്തുള്ള യുവത്വം മുഴുവനും ചെലവഴിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. എവിടെയാ ഫുട്ബോൾ നടക്കുന്നത്, എവിടെയാ വോളിബോൾ നടക്കുന്നത്, എവിടെയാ ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുന്നത്, എവിടെയെല്ലാം പ്ലേ ഗ്രൗണ്ടുകൾ പാതിരാ സമയത്ത് സജീവമാണോ അവിടെയൊക്കെ എന്റെ യുവത്വം ചെലവഴിക്കാനാ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഒരു പറ്റം യുവാക്കൾ പറയുമ്പോൾ, മറ്റൊരു പറ്റം യുവാക്കൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകവുമായിട്ട് ബന്ധമില്ലാതെ MDMA അടക്കമുള്ള ലഹരി ഉപയോഗിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നരകം വിലക്കുവാകുന്ന ചെറുപ്പക്കാർ മറ്റൊരു സമയത്ത് ഉണ്ടാകുമ്പോൾ, മറ്റൊരു സമൂഹം ചെറുപ്പക്കാര് പ്രണയത്തിൽ കുടുങ്ങിയിട്ടവരുടെ ജീവിതത്തിന്റെ എല്ലാ ആത്മീയ രസങ്ങളും മറ്റു വഴിവിട്ട അനുരാഗത്തിന്റെ മേഖലകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഏതെല്ലാം മേഖലകളില് അവരിടപെട്ടുകൊണ്ട് അവരുടെ ഹൃദയം ഇങ്ങനെ കറുത്ത് കരിവാളിച്ചു പോയി അവസാനം അവരെന്റെ പ്രിയപ്പെട്ടവരെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ, ഹബീബായ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുമ്പോൾ, റബ്ബുൽ ഇസ്സത്തായ നാഥന്റെ കലാമ് കേൾക്കുമ്പോൾ, 15 നൂറ്റാണ്ടിന്റെ പഴക്കം പറയാൻ പറ്റുന്ന, 1500 വർഷത്തിന്റെ പഴക്കം പറയാൻ പറ്റുന്ന ഒരു വള്ളിപുള്ളി വിസർഗ വ്യതിയാന വ്യത്യാസമില്ലാതെ, ഒരകാര ഇകാര ഉകാര വ്യതിയാന വ്യത്യാസമില്ലാതെ ഇന്നും സയന്റിസ്റ്റുമാരെ, ശാസ്ത്രജ്ഞന്മാരെ, ലോകത്തിലുള്ള ബുദ്ധിജീവികളെ ഇന്നും അതാ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധമായ കലാമുണ്ടല്ലോ, അതിന്റെ വചനാമൃതമാകുന്ന സൗന്ദര്യത്തെയും അതിന്റെ സൗരഭ്യത്തെയും പരിചയമില്ലാതെ, പരലോക ചിന്തയില്ലാതെ ഈ ലോകത്തൊരു സ്വർഗം തീർക്കാൻ വേണ്ടി കടന്നു പോകുന്ന യുവതികളുണ്ടല്ലോ, യുവാക്കളുണ്ടല്ലോ, അവരുടെ കൽബിൽ എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കേറൂല എന്ന് പറയുന്നെങ്കിൽ, വിശുദ്ധമായ ഖുർആനിന്റെ ഒരു വചനം എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് പറയട്ടെ, നിങ്ങൾ ഹൃദയം തുറന്നൊന്ന് കേൾക്കുവോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ
ഔ അശദ്ദു ഖസ്വാ വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യസ്ഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബതു മിൻ ഖശിയത്തില്ലാഹ് വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും എഴുതി വെച്ചിട്ടുള്ള ഏതെങ്കിലും കഥാപാത്രങ്ങളുടെ കഥകളല്ല, തിരക്കഥകളല്ല, ഈ ലോകത്ത് സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന, ഈ പ്രപഞ്ചത്തിന്റെ മഹാത്ഭുതങ്ങളെ നിയന്ത്രിക്കുന്ന, വളരെ കൃത്യമായി പ്രപഞ്ചത്തിലെ കോടാനകോടി ഗാലക്സികളെയും നക്ഷത്രങ്ങളെയും വളരെ കൃത്യമായ റൂട്ടിലൂടെ സഞ്ചരിപ്പിക്കുന്ന വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. സൂറത്ത് യാസീനിലൂടെ പടച്ച തമ്പുരാൻ പറഞ്ഞതല്ലേ, അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഓർബിറ്റിലൂടെ, അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഭ്രമണപഥത്തിലൂടെ സൂര്യൻ വളരെ കൃത്യമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ഏതെങ്കിലും ശാസ്ത്രലോകം നിയന്ത്രിക്കുന്നതല്ല, ഏതെങ്കിലും കോസ്മോളജിസ്റ്റുകൾ നിയന്ത്രിക്കുന്നതല്ല, ഏതെങ്കിലും റിസർച്ച് സെന്ററുകൾ കൺട്രോൾ ചെയ്യുന്നതല്ല. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ 15 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ഇതുടമസ്ഥനായ പ്രതാപശാലിയായ പടച്ചവന്റെ ഇഷ്ടപ്രകാരമാ സൂര്യൻ സഞ്ചരിക്കുന്നത്, ഭൂമി സഞ്ചരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, സിറിയയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടല്ലോ, തുർക്കിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരുണ്ടല്ലോ, അവിടെ ഭൂകമ്പം വന്ന് പിടയുമ്പോൾ, അവിടെ മയ്യത്തുകൾ കുന്നുകൂടുമ്പോൾ, രക്തസാക്ഷികളുടെ പട്ടിക കുന്നുകൂടുമ്പോൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ മണ്ണിനടിയിലേക്കും ബിൽഡിങ്ങിന്റെ അടിയിലേക്കും പോകുമ്പോൾ, ഒരു കുടുംബത്തിന്റെ 5, 10, 15 ആളുകൾ ഒന്നായിട്ടങ്ങ് തീർന്ന് അവസാനം ഒരു കുഞ്ഞു മാത്രം അവശേഷിക്കുമ്പോൾ, 2 കുട്ടികൾ മാത്രം അവശേഷിക്കുമ്പോൾ, ഏതെല്ലാം ചിത്രങ്ങളാ നമ്മുടെ മുമ്പിലൂടെ കടന്നു വന്നിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും ഞാനൊരു വീഡിയോ കണ്ടു, കൽബ് തകർന്നു പോയി. അതാ ഒരു കുഞ്ഞ്, അതാ മുലകുടി പ്രായം തീരാത്ത കുഞ്ഞ്, പ്രിയപ്പെട്ട ഉമ്മയുടെ ചുടുപാല് കുടിക്കേണ്ട കുഞ്ഞ്. ആ കുഞ്ഞിന് 1 വയസ്സോ 1-2 വയസ്സോ മാത്രം, ആ കുഞ്ഞിനെക്കാളും പ്രായം കൂടിയ മറ്റൊരു കുഞ്ഞ്. ഈ കുഞ്ഞടുത്ത് കിടന്ന് കരയുമ്പോൾ തന്റെ ഉടുപ്പിങ്ങനെ പൊക്കിയിട്ട് ഉമ്മ പാല് കൊടുക്കുന്നത് പോലെ നിവൃത്തിയില്ല. ഉമ്മ ഭൂകമ്പത്തിൽ മരിച്ചുപോയി, വാപ്പ ഭൂകമ്പത്തിൽ മരിച്ചുപോയി, ആരെയും വിളിച്ചു കൂട്ടാനില്ല. ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ തന്റെ ആ നെഞ്ചോടിങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് ഉമ്മ പാല് കൊടുക്കുന്നത് പോലെ കൊടുക്കുന്നത് അഭിനയിച്ചുകൊണ്ട് കരച്ചിലടക്കാൻ മെനക്കെടുന്ന പ്രിയപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, എന്താ പടച്ചവൻ ഇത്രയും വലിയ ക്രൂരനാണോ? അല്ലാഹു റഹ്മാനല്ലേ, അല്ലാഹു റഹീമല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളെ, നമ്മുടെ ഈമാനിന്റെ കുറവ് കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഇത് ദുനിയാവാ, ഇത് സ്വർഗമല്ല, ഇത് ആർഭാടത്തിന്റെ ലോകമല്ല, ഇത് സുഖത്തിന്റെ ലോകമല്ല, ഇത് സന്തോഷത്തിന്റെ ലോകമല്ല. ഇത് അല്ലാഹു ഇവിടെ എല്ലാവർക്കും അധികാരം തരാമെന്ന് പറഞ്ഞിട്ടില്ല. പടച്ചവൻ ഓഫർ ചെയ്ത ലോകം ഏതാണെന്നറിയുമോ? അടിവാരത്തുകൂടി അരുവിലൊഴുകുന്ന സ്വർഗമുണ്ടല്ലോ, മനോഹരമായ സ്വർഗമുണ്ടല്ലോ. അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാ നമുക്ക് ചോദിക്കാൻ അധികാരമുണ്ട്. കാരണം പടച്ചവനെ, നീ പറഞ്ഞത് സ്വർഗത്തിൽ ഒരു പ്രയാസവും ഇല്ലെന്നാണല്ലോ, സ്വർഗത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നാണല്ലോ, സ്വർഗത്തിൽ എന്ത് ചോദിച്ചാലും നീ തരുമെന്നാണല്ലോ. പക്ഷെ അതൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പടച്ചവനോട് ചോദിക്കാൻ അധികാരമുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ ദുനിയാവിൽ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതമാ. അവിടെ പടച്ചവൻ മതം പോലും നോക്കാറില്ല, ഈമാന് നോക്കാറില്ല. പക്ഷേ ഒരു മുസ്ലിമാണോ ഭൂകമ്പത്തിൽ മരിക്കുന്നത്, വെള്ളപ്പൊക്കത്തിൽ മരിക്കുന്നത്, സുനാമി കൊണ്ടുപോകുന്നത്? ഹൃദയത്തിൽ ഈമാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ആളാണോ? പടച്ച തമ്പുരാൻ അവർക്ക് സ്വർഗം കൊടുക്കും, രക്തസാക്ഷികളുടെ പ്രതിഫലം അല്ലാഹു കൊടുക്കും. അതാണ് പടച്ചവൻ ഏറ്റെടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പടച്ചവന്റെ തീരുമാനത്തിൽ അല്ലാഹനെ കുറ്റപ്പെടുത്താൻ നമ്മളെ കൊണ്ടാവോ? നാളെ നമ്മുടെ രാജ്യത്താണോ ഈ ഭൂമി കുലുങ്ങുന്ന പ്രദേശമുള്ളത് നമുക്ക് പറയാൻ പറ്റൂല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ നിയന്ത്രണം ലോകത്തിൽ വലിയ ടെക്നോളജി ഡെവലപ്മെന്റിലൂടെ കടന്നു പോകുന്ന ലോകമുണ്ടല്ലോ. ലോകം വലിയ ടെക്നോളജി ഡെവലപ്മെന്റിലൂടെ കടന്നു പോവുകയാ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭൂമി എന്ന് പറയുന്ന ഈ ഗ്രഹത്തിൽ നിന്ന്
എന്റെ പ്രിയപ്പെട്ടവരെ, 40 കോടി കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ചുവന്ന ഗ്രഹം എന്ന് പറയുന്ന ചൊവ്വാഗ്രഹത്തിലേക്ക് എലോൺ മസ്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് സ്പേസ് എക്സ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ്. ഈ അടുത്ത എലോൺ മസ്കിന് ചില സാമ്പത്തികമായ തകർച്ചകൾ ഉണ്ടായി. അദ്ദേഹത്തിന്റെ പട്ടികയിൽ ചെറിയ വാല്യൂവിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടായി. അതൊക്കെ ഓക്കെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. എങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2030 ആദ്യ ബാച്ച് പുറപ്പെടാനുള്ള പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ഞാൻ പറഞ്ഞത്? ലോകത്തിന്റെ അതീവ അത്ഭുതകരമായ വളർച്ച. ഭൂമി വിട്ടുകൊണ്ട് ചൊവ്വാഗ്രഹത്തിൽ താമസിക്കാൻ മനുഷ്യൻ പോവുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നു, ഇത്രയും വലിയ ടെക്നോളജി ഡെവലപ്മെന്റുകളല്ല ഈ ലോകത്തിനെ നിയന്ത്രിക്കാൻ, ഭൂമിയുടെ കുലുക്കത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? സുനാമി വരുന്നത് ഇവിടെയുള്ള നാൽക്കാലികളായ മൃഗങ്ങൾ അറിയും. സുനാമി വന്നില്ലേ? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൊന്ന് തിരിഞ്ഞു നോക്ക്. ഇന്നലകളിൽ സംഭവിച്ചു പോയ സുനാമി എന്ന് പറയുന്ന ആ രൗദ്രഭാവം സ്വീകരിച്ചുകൊണ്ട് കരയെ മുഴുവനും, ഒരു പ്രദേശത്തെ മുഴുവനും, ഒരു ഏരിയ മുഴുവനും നക്കിത്തുടച്ചു കൊണ്ടുപോയ സുനാമി തിരമാലകൾ വരുന്നതിന് മുമ്പ് തന്നെ വീട്ടിന്റെ പരിസരത്ത് കെട്ടി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത എല്ലാ മൃഗങ്ങളും ഓടി രക്ഷപ്പെട്ടു പോയി. ഒരു കോഴിയും സുനാമിയിൽ ചത്തിട്ടില്ല, ഒരാടും സുനാമിയിൽ ചത്തിട്ടില്ല, ഒരു നാൽക്കാലി മൃഗവും സുനാമി എന്ന് പറയുന്ന തിരമാലയിൽ ചത്തുപൊങ്ങിയിട്ടില്ല. എന്താ കാരണം? മനുഷ്യൻ വലിയ സംഭവ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാൽക്കാലികൾക്ക് അതിനെ കുറിച്ച് അറിയാനുള്ള പവർ കൊടുത്തു. കെട്ടിയിട്ട ചില പശുക്കൾ ചത്തുപോയി, കാരണം ഓടാൻ നിവൃത്തിയില്ല. കൂട്ടിലടച്ചിട്ട ചില കോടികൾ ചത്തുപോയി, നിവൃത്തിയില്ലാതെ. സ്വതന്ത്രരായി പരിസരത്തുണ്ടായിരുന്ന സർവ്വമൃഗങ്ങളും ഓടി രക്ഷപ്പെട്ടു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഇത്രയും വലിയ ടെക്നോളജികളുള്ള മനുഷ്യ, നിനക്ക് സുനാമിയെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഭൂമി കുലുക്കത്തെ നിയന്ത്രിക്കാൻ പറ്റുമോ? സൂര്യന്റെ ചൂടിനെ തടുക്കാൻ പറ്റുമോ? അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസ് തണുത്തു പറച്ചപ്പോൾ, ഒരു ഏരിയ മുഴുവനും ഐസ് പാളിയായി മാറിയപ്പോൾ, എല്ലാ സംവിധാനം നിലച്ചപ്പോൾ, വലിയ വലിയ ടെക്നോളജി ഡെവലപ്മെന്റിൽ ഞങ്ങളാണ് ഏറ്റവും വലിയ സംവിധാനമുള്ളവരെന്ന് പറഞ്ഞ അമേരിക്കയുടെ സർവ്വ റോഡുകളും മഞ്ഞാൽ മൂടപ്പെട്ടപ്പോൾ പറഞ്ഞത് എല്ലാവരും വീട്ടിലിരുന്നാ മതി, പുറത്തോട്ടിറങ്ങണ്ടെന്നാ പറഞ്ഞത്. നിങ്ങൾക്ക് ആ മഞ്ഞിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? അല്ലാഹു മഴയെ അങ്ങ് നിർത്തിവെച്ചാൽ മഴയെ കൊടുക്കാൻ കഴിവുള്ളവനുണ്ടോ? ചൂട് കൂട്ടി തന്നാൽ, ഞാൻ അതാ പറഞ്ഞത്, ഇത്രയും വലിയ സംവിധാനങ്ങളുള്ള മനുഷ്യൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് കണ്ടാലും അവന്റെ കൽബ്, ഞാൻ യുവാക്കളോട് പറഞ്ഞതാ, എന്ത് കണ്ടാലും എന്ത് കേട്ടാലും ഏതെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ അവനെ കൊണ്ടാവുന്നില്ല. എല്ലാ വിഷയങ്ങളുണ്ടായാലും അതിനുശേഷവും ഹൃദയങ്ങൾ അങ്ങ് കടുത്തു പോവുകയാ. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഫഹിയ കൽ ഹിജാറ, അവരുടെ ഹൃദയങ്ങൾ കല്ലുപോലെയാവുകയാ. പടച്ച തമ്പുരാൻ അവിടെ നിർത്തിയില്ല. കല്ല് പോലെയാണെന്ന് പറഞ്ഞാൽ കല്ലുകൾ നാളെ റബ്ബിന്റെ മുമ്പിൽ പ്രതിഷേധം പറയും. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഞാൻ കൂടുതൽ സംസാരിക്കൂല, വിഷമിക്കണ്ട. ഇരിക്കുന്ന സമയം 1 മിനിറ്റ് ആണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കണം, മടിപ്പോടുകൂടിയിരിക്കല്ലേ. കൽബ് തുറന്നൊന്ന് കേൾക്കാൻ തയ്യാറാവണം, ഹൃദയം തുറന്നൊന്ന് വീക്ഷിക്കാൻ തയ്യാറാകണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മലക്കുകളുടെ സാന്നിധ്യമുള്ള സദസ്സാക്കണേ അല്ലാഹ്. റഹ്മത്തിന്റെ മലക്കുകൾ കോരിച്ചൊറിയുന്ന സദസ്സാക്കണേ അല്ലാഹ്. പരിസരത്തുള്ള മഹാനടക്കമുള്ള മഹത്തുക്കൾ മഹതികളുടെ പൊരുത്തമുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ഏതെല്ലാം നൂറ് നീറുന്ന പ്രശ്നങ്ങളുമായി പരിശുദ്ധമായ മഖാമിന്റെ പരിസരത്ത് വന്ന് റബ്ബുൽ ഇസ്സത്തായ നിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തുമ്പോൾ അവരുടെ മനസ്സിന്റെ വ്യഥകൾക്ക് പരിഹാരം നൽകണേ റബ്ബേ. 2000 പേർക്ക് അതാ കഞ്ഞി കൊടുക്കുന്ന കാര്യം പറയുമ്പോൾ, ഉറൂസ് തുടങ്ങുമ്പോൾ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ദിനം പ്രതി വന്ന് നമ്മുടെ പരിശുദ്ധമായ മഖാമിന്റെ പരിസരത്ത് വന്ന് സിയാറത്ത് ചെയ്തു പോകുമ്പോൾ, പടച്ചവനെ, അവരുടെ പ്രയാസങ്ങൾ നീ പരിഹരിക്കണേ അല്ലാഹ്. അവരുടെ ബുദ്ധിമുട്ടുകൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകണേ തമ്പുരാനെ. അല്ലാഹു തആല പറയുകയാ, കല്ലുകൾ പോലെയല്ല. കാരണം കല്ലിന്റെ കൂട്ടത്തിലും റബ്ബിനെ പേടിക്കുന്ന കല്ലുകളുണ്ട്.
സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വമാ ഫിൽ അർള്. ആരാ പറയുന്നത്? റബ്ബുൽ ഇസ്സത്തായ നാഥൻ പറയുകയാ, സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശഭൂമികളുള്ള മുഴുവൻ വസ്തുക്കളും സർവ്വചേതനവും അചേതനവും ഗോചരവും അഗോചരവുമായ വസ്തുക്കളെല്ലാം പടച്ച തമ്പുരാന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാ, അൽഹംദുലില്ലാഹ് പറയുകയാ, അല്ലാഹു അക്ബർ പറയുകയാ, സുബ്ഹാനല്ലാഹ് പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എല്ലാ കല്ലുകളും മനുഷ്യരെ പോലെയാണെന്ന് പറയാൻ പറ്റൂല. പടച്ച തമ്പുരാൻ ബാക്കി പറയുന്നു, ഔ അശദ്ദു ഖസ്വാ, അതാ കല്ലുകളെക്കാൾ കടുപ്പമുള്ള ഹൃദയമായി മാറുകയാ. വ ഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. ചില പാറകൾ പൊട്ടിയിട്ട് അതിൽ നിന്നും നദികൾ പുറപ്പെടുന്നു. റബ്ബിനെ പേടിച്ചിട്ട്. കല്ലുകളുടെ അവസ്ഥയാ പറയുന്നത്. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ പല നിലക്കുള്ള പ്രതിഭാസങ്ങളെന്ന് പേരിടുന്നു. പാറ പൊട്ടിയിട്ട് വെള്ളം വരുന്നു. പക്ഷേ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടാണെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. പടച്ച തമ്പുരാനാ പറയുന്നത്, ചില കല്ലുകളോ ലമാ യശഖഖു വ ഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ, ചിലതാ പിളർന്നിട്ട് വെള്ളം പുറത്തു വരുന്നു. സുബ്ഹാനല്ലാഹ്. ചിലതോ വ ഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്, ഉയരങ്ങളിൽ നിന്ന് വലിയ വലിയ പാറക്കെട്ടുകൾ ഉരുണ്ട് താഴേക്ക് വരുന്നു. ഉരുൾപൊട്ടൽ എന്നൊക്കെ നമ്മൾ ഓമനെ പേരിട്ട് വിളിക്കുമ്പോൾ, പടച്ചവനെ പേടിച്ച് പാറക്കെട്ടുകൾ പൊട്ടിത്തെറിച്ച് വെള്ളം വരുമ്പോൾ, മനുഷ്യ എന്ത് കണ്ടാലും ഏത് കേട്ടാലും എന്തെല്ലാം പ്രതിഭാസങ്ങൾ അല്ലാഹു പരീക്ഷണത്തിനും ചിന്തിക്കാനും വേണ്ടി ഇറക്കി തന്നാലും, ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, ഹൃദയത്തിലൊരു മാറ്റം വരാത്തതെന്താ? ഇനി വലിയ അടയാളങ്ങളല്ലാത്ത എല്ലാ അടയാളങ്ങളും വന്നുപോയി. സർവ്വ അടയാളങ്ങളും വന്നുപോയി. ഇനി ഒന്നും കാത്തിരിക്കാനില്ല. കാത്തിരിക്കാനൊന്നുമില്ല. ഇനി വളരെ പ്രധാനപ്പെട്ട അടയാളങ്ങൾ. ദജ്ജാല് പോലും പരിസരത്ത് എത്തിയിട്ടുണ്ട് എന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല, എന്റെ വിഷയം അതല്ല. നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്ത് ആയുസ് ഉണ്ടെങ്കിൽ, അള്ളാഹു ആഫിയത്ത് തരുമെങ്കിൽ, വരുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അന്നേരം പറയാം. അപ്പൊ ആ വിഷയം പറയാൻ പോരാ, എനിക്ക് മറ്റു ചില വിഷയങ്ങൾ പറയാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ കഴിഞ്ഞ വർഷം നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മറന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ പഴയ യൂട്യൂബ് വീഡിയോ കിടപ്പോൾ നിങ്ങളൊന്ന് തപ്പി നോക്കിയാൽ അറിയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി അള്ളാഹു തആല കണ്ടുമുട്ടാൻ തൗഫീഖ് തരട്ടെ എന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ ആമീൻ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ എത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അള്ളാഹു ഇനിയും തൗഫീഖ് തരട്ടെ. ഇനി അടുത്ത വർഷം ഞാൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കാതെ തന്നെ അൽഹംദുലില്ലാഹ്, ഞങ്ങൾ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചു. അൽഹംദുലില്ലാഹ്, ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഏത് വിഷയത്തെയും ഭേദിച്ചു പോകുന്ന ഒരു അത്ഭുതമാ പ്രാർത്ഥന. അല്ലേ? ബദരീങ്ങൾ ജയിച്ചത് വാളുകൊണ്ടല്ല, പ്രാർത്ഥന കൊണ്ടാ. ഏത് കാര്യവും മുസ്ലിം നേടിയിട്ടുള്ളത് പ്രാർത്ഥന കൊണ്ടാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കൾ, കരുത്തുറ്റ യുവത്വം, നല്ലൊരു സ്ട്രോങ് ആണ്. ഉമ്മാന്റെ വയറ്റില് 9 മാസവും 11 ദിവസവും കിടന്നതിന് ശേഷം പുറത്തേക്ക് കടന്നു വരുമ്പോൾ, ഒന്ന് ശ്രദ്ധിക്കണേ. 9 മാസവും 11 ദിവസവും മാതാവിന്റെ ഗർഭാശയത്തിൽ കിടന്നതിന് ശേഷം പുറത്തേക്ക് കടന്നു വരുമ്പോൾ, അകത്തത്ഭുതം തന്നെ ഒരുപാട് പറയാനുണ്ട്, സമയം പോല. പുറത്തേക്ക് കടന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, പുറത്തേക്ക് വരുന്ന സമയം നമുക്ക് എന്ത് കഴിവുണ്ടായിരുന്നു? യുവാക്കളോടാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ അത്യാവശ്യം നല്ല എന്താ ഈ പാർട്സിന് പറയുന്നത്? ട്രൈസെപ്സ്, ഇതോ ബൈസെപ്സ്, വിങ്സ്, ചെസ്റ്റ്, അല്ലേ? കപ്പ് ആൻഡ് ഷോൾഡർ. അല്ലാ, ഇടയ്ക്ക് ജിംനേഷ്യത്തിലൊക്കെ പോകണം വാപ്പാ. അപ്പൊ കാണാൻ പറ്റി അവരുടെ കുസ്തികളൊക്കെ. വീട്ടിൽ നിന്ന് കുസ്തി ഒന്നും കാണിക്കൂല, നാണക്കേടാ, ആളുകൾ കളിയാക്കും. ട്രൗസറൊക്കെ ഇട്ടിട്ടുണ്ട്, രാവിലെ വീട്ടിൽ നിന്ന് ഓടുന്നത് കാണാം. നമ്മൾ വിചാരിക്കും തഹജ്ജുദ് നിസ്കരിക്കാൻ പോകുന്നതാണെന്ന്. അല്ല,
സുബഹിസ്കരിക്കാൻ പോവല്ല, അടുത്തുള്ള ഹെൽത്ത് സെന്ററിലും ഹെൽത്ത് ക്ലബിലും ജിംനേഷ്യത്തിലും പോയിട്ട് നല്ലതുപോലെ വാമപ്പൊക്കെ ചെയ്തിട്ട് സുബ്ഹാനല്ലാഹ് ഐറ്റം തുടങ്ങുക. വീട്ടിൽ നിന്ന് മോനടാ മോട്ടർ കേടായി, മോട്ടർ കേടായി അല്ലെങ്കിൽ കരണ്ട് പോയി, കിണറുള്ള വീട്ടില് ഉമ്മമാര് പറയടാ ഒരു കോപ്പ വെള്ളം ഇങ്ങ് കോരാൻ പറയും. ഉമ്മ എനിക്ക് വയ്യ. എന്നാൽ അവിടെ പോയി പൊക്കുന്ന വെയിറ്റ് കണ്ട കണ്ണു തള്ളിപ്പോവും. സുബ്ഹാനല്ലാഹ്, ഇതൊന്നും വേണ്ടാന്ന് എനിക്ക് അഭിപ്രായമില്ല. ജിംനേഷ്യത്തിൽ പോകണ്ടാന്നോ കളിക്കണ്ടാന്നോ അത്യാവശ്യം വ്യായാമങ്ങൾ വേണ്ടാന്നോ എന്നൊരു അഭിപ്രായം എനിക്കില്ല. എന്ന് മാത്രമല്ല, പോകണോന്ന് പറയുന്ന ആളാ ഞാൻ. ജിംനേഷ്യത്തിൽ പോയി വിചാരിച്ച് ദീനുൽ ഇസ്ലാം ഇന്ന് പുറത്തൊന്നും പോകില്ല, അതാരും പേടിക്കൊന്നും വേണ്ട. ഒന്ന് കളിച്ചൂന്നോ ഒന്ന് പ്ലേ ഗ്രൗണ്ടിൽ ഇറങ്ങിയെന്ന് വിചാരിച്ച് ആരും മുർത്തതായി ഒന്നും പോകില്ല. പക്ഷെ നമ്മൾ നിലമറന്ന് കളിക്കരുത്, ഇത്രയേ ഉള്ളൂ. ഞാനൊരു മുസ്ലിമാണെന്നുള്ളൊരു ബോധം വേണം. ബാങ്ക് വിളിച്ചു, ജമാഅത്തിന്റെ സമയം കഴിഞ്ഞു, ഖളാ ആകാനുമായി. പിന്നെയും അവൻ എന്റെ പ്രിയപ്പെട്ടവരെ ഇശായിനോട് അടുക്കുന്ന സമയം വരെ ആ പ്ലേ ഗ്രൗണ്ടിൽ പിന്നെയും അവൻ ബാറ്റും പിടിച്ച്, ഷട്ടിൽ ബാറ്റും പിടിച്ച്, അല്ലെങ്കിൽ വോളിബോളില് അല്ലെങ്കിൽ ഫുട്ബോളിന് മുമ്പിൽ അവൻ നിൽക്കുന്നെങ്കിൽ അവനെന്തൊരു മുസ്ലിമാ ചെറുപ്പക്കാരാ. അവന്റെ പേര് നല്ല മുഹമ്മദ് എന്നുണ്ടാവും, അവന്റെ പേര് ബിലാൽ എന്നുണ്ടാവും, അവന്റെ പേര് അള്ളാഹുവിന്റെ റസൂലിന്റെ ബഷീർ എന്ന് പേരുണ്ടാവും, പല പേരുണ്ടാവും. പക്ഷേ അവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇസ്ലാമിൽ പ്രത്യേകമായ സ്ഥാനമൊന്നും കൊടുത്തിട്ടില്ല. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞോ, റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ ഇവനെ സംബന്ധിച്ചിടത്തോളം ഉമ്മാന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരുന്ന സമയം, ആകെ അറിയാവുന്നത് കരയാൻ മാത്രം അറിയാം, അല്ലേ? വേറെ പരിപാടിയൊന്നും അറിയില്ല. ഒന്നാം തരം കരച്ചില്, ബെസ്റ്റ് കരച്ചില്. ആസ്തരം കരച്ചിൽ എന്റെ ജീവിതത്തിൽ കരഞ്ഞിട്ടുണ്ടാവില്ല. അമ്മാതിരി കരച്ചിൽ കരയും. അല്ലാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കട്ടെ. ആമീൻ. ഞാൻ പറഞ്ഞു, ആമീൻ കൊണ്ടേ നേടാൻ പറ്റൂ, വേറെ ഒരു സംഭവം കൊണ്ട് നേടാൻ പറ്റൂല. ആമീൻ, ദുആ, ഇതുകൊണ്ടേ റബ്ബ് നമുക്ക് തരൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ നൽകട്ടെ. ഇന്നലെയും പതിരാ സമയത്ത് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചുകൊണ്ട് എന്ത് വിഷയമുണ്ടെങ്കിലും വിളിക്കാറുണ്ട്. എന്ത് വിഷമമുണ്ടെങ്കിലും പറയും, ഉസ്താദേ ദുആ ഇറക്കണം. എന്ത് വിഷയമുണ്ടെങ്കിലും ഒരു വിശേഷം വന്നാൽ എന്നോട് വിളിച്ച് എന്നോടുള്ള സ്നേഹം കൊണ്ട്, ഉസ്താദേ ഒരു ഡേറ്റ് നമുക്ക് അതിനുവേണ്ടി എടുക്കണം, നിങ്ങൾക്കും വരാൻ പറ്റുന്ന ഒരു ഡേറ്റ് എടുക്കണം. അതിനാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ എന്തായിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഡേറ്റ് ആകുന്നതിന് മുമ്പ് പ്രസവവേദനയുമായി ഹോസ്പിറ്റലിലെത്തി. സാധുവായി എന്നെ വിളിച്ചു, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, റബ്ബിന്റെ ഖളായിൽ നമ്മൾ ആദ്യമായി പൊരുത്തപ്പെടാനുള്ളൊരു മനസ്സ് വേണം, അല്ലേ? ഈ ഇരിക്കുന്ന ആളുകളുടെ ചെറുപ്പക്കാരുടെ ഭാര്യമാർ എത്ര പേര് സിസേറിയൻ ചെയ്ത ആളുകളാ? സ്വലാത്ത് ചെയ്യാത്തോണ്ടാണോ? ദുആ ചെയ്യാത്തോണ്ടാണോ? സംഭാവന കൊടുക്കാത്തോണ്ടാണോ? സദഖ കൊടുക്കാത്തോണ്ടാണോ? റബ്ബുൽ ഇസ്സത്തായ നാഥന്റെ മുമ്പിൽ കണ്ണുനീരോടെ ആ കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണോ അവർക്ക് നോർമൽ ഡെലിവറി കിട്ടാത്തത്? എല്ലാത്തിനും അപ്പുറം അള്ളാഹുവിന്റെ തീരുമാനം, റബ്ബിന്റെ തീരുമാനം. ചിലപ്പോൾ ഖൈറ് നോർമൽ ഡെലിവറിയെക്കാളും ഈ പറയപ്പെട്ട ഓപ്പറേഷൻ ആയിരിക്കാം. അല്ലാഹു തആല ഖൈറ് എളുപ്പമാക്കി തരട്ടെ. നമ്മൾ വിചാരിച്ചെടുത്ത് കിട്ടണമെന്ന് ചിന്തിക്കരുത്. അപ്പൊ ഞാൻ ആദ്യമായി അവനോട് പറഞ്ഞ അതാണ്, എന്തായാലും പ്രയാസമില്ലാതെ. എന്നിട്ട് ഞാൻ ഒരുപാട് ഉസ്താദുമാരെ കാര്യം പറഞ്ഞു. മക്കളില്ലാത്ത ഉസ്താദുമാരുണ്ട്, വലിയ പണ്ഡിതന്മാര്, സൂഫിയാക്കന്മാര്, മക്കളില്ലാത്ത ഉസ്താദുമാരെ പറഞ്ഞു കൊടുത്തു. എന്തായിരുന്നാലും അൽഹംദുലില്ലാ പ്രയാസമൊന്നുമില്ലാതെ പ്രസവം നടന്നു. ഓപ്പറേഷൻ ആയിരുന്നു മാത്രം. ഒരാൺകുട്ടിയെ ആ പ്രിയപ്പെട്ട സഹോദരി ജന്മം കൊടുത്തു. അതിനൊരു പേരിടണമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴാ പറയുമ്പോഴാ ഓർത്തത്. വൈകുന്നേരം പറഞ്ഞതാ ഒരു പേര് പറഞ്ഞു തരണമെന്ന്. ഞാൻ പറഞ്ഞ് വാട്സാപ്പിൽ ഇട്ട് തരാം. ഇപ്പൊ ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്ന്, ഇനിയിപ്പോ തിരിച്ചു പോകുമ്പോ ഒരു പേരിട്ട് കൊടുക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ നൽകട്ടെ. ആമീൻ പറഞ്ഞോ. മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കളെ നൽകട്ടെ. ഉള്ള മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളിൽ പെടുത്തി തരട്ടെ. അള്ളാഹുവേ പടച്ചവനെ, മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. രണ്ടും പ്രയാസമാണ്. മക്കളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട്, അവരുടെ അനുസരണക്കേട് കൊണ്ട്, അവരുടെ പഠന പിന്നോക്കാവസ്ഥ കൊണ്ട്, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന അനുസരണയില്ലാത്ത മക്കളെ കൊണ്ട് തല ഉയർത്തി ഉപ്പായിക്ക് നാട്ടിലിറങ്ങാൻ പറ്റുന്നില്ല. കാരണം കഷ്ടപ്പെട്ട് വളർത്തിയ മകനാണ് അല്ലെങ്കിൽ മകളാണ്. എന്ത് വിഷമോ! എത്രയോ ഉമ്മ ഉപ്പമാര് പറയും, ഉസ്താദേ മക്കളില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു.
ഓരോ ആളുകൾ നേർച്ചയുമായി എത്രയോ 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 ചികിത്സയുമായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചികിത്സിച്ചിട്ടും അള്ളാഹു സൗഭാഗ്യം കൊടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. പടച്ചവൻ അവരോട് ദേഷ്യമുണ്ടായത് കൊണ്ടല്ല, ഒരു പരീക്ഷണമാ. മക്കളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും, മക്കളില്ലാതെ അള്ളാഹു പരീക്ഷിക്കും, മക്കളെ തന്ന അള്ളാഹു പരീക്ഷിക്കും, അംഗവൈകല്യമുള്ള മക്കളെ കൊടുത്ത് അള്ളാഹു പരീക്ഷിക്കും, ആരോഗ്യമുള്ള മക്കളെ കൊടുത്ത് അള്ളാഹു പരീക്ഷിക്കും. ഇതെല്ലാം റബ്ബിന്റെ പരീക്ഷണമാ. ആത്യന്തികമായ എല്ലാ വിഷയങ്ങളും ഇതെല്ലാം റബ്ബിന്റെ തീരുമാനമാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അത് വലിയ സമാധാനവും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾക്കും കാരണമാകും. ഞാൻ പറഞ്ഞു വരുന്നത്, ഉമ്മയുടെ വയറ്റിൽ നിന്നും ഇപ്പൊ നല്ല മസിൽ പവറുള്ള കരുത്തുള്ള മധുര 17ന്റെ തിളതിളപ്പുള്ള പ്രിയപ്പെട്ട പെങ്ങളെ ഉമ്മാന്റെ വയറ്റിൽ നിന്നും പുറത്തേക്ക് കടന്നു വന്ന സമയം എന്ത് കഴിവുണ്ടായിരുന്നു. ഭയങ്കര ജോറായിട്ട് വളരെ സൂപ്പറായി. എന്നെ പോലൊരു സുന്ദരി നാട്ടിൽ വേറെ ഇല്ല ഉസ്താദെ. നിങ്ങൾക്കറിയാത്തോണ്ടാ. എന്നെ പോലെ ഞാൻ എന്റെ നിഖാബൊന്ന് മാറ്റിയാൽ ഈ പരിസരത്തുള്ള ചെറുപ്പക്കാരൊക്കെ ഞെട്ടിത്തെറിക്കും. അങ്ങനെ വലിയ വെല്ലുവിളിയൊന്നും വേണ്ട. ഒരു നിമിഷം മതി എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് റബ്ബുൽ ഇസ്സത്തായ നാഥൻ തന്ന സൗന്ദര്യമില്ലാതെയാകാൻ ഒരു നിമിഷം മതി. നിന്റെ മുഖമാണല്ലോ സൗന്ദര്യത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമായി നീ കണക്കാക്കുന്നത്. ആ മുഖത്തൊരടയാളം വീഴ്ത്താൻ പടച്ചവന് കഴിവില്ലെന്നാണോ? എന്തെല്ലാം കോസ്മെറ്റിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട്, എന്തെല്ലാം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അന്യപുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വേണ്ട മുന്നുമോളെ, നിനക്ക് അല്ലാഹു തന്ന സൗന്ദര്യം, നിനക്ക് അല്ലാഹു തന്ന ആരോഗ്യം, നിനക്ക് അല്ലാഹു തന്ന വിദ്യാഭ്യാസം, നിനക്ക് അല്ലാഹു തന്ന സമ്പത്ത് മതിമറക്കല്ലേ. അല്ലാഹു തആല നല്ലതുപോലെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിവുള്ളവനാ. നിസ്കരിക്കാൻ എന്താന്ന് വെച്ചപ്പോ എന്തുകൊണ്ടാണ് പള്ളിയിൽ കാണാത്തത്? നീ പ്രായപൂർത്തിയായ ആളല്ലേ, അല്ലെങ്കിൽ 20 വയസ്സായില്ലേ, 30 ആയില്ലേ, 35 ആയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ ചില ആളുകൾ പറഞ്ഞു, ഉസ്താദേ എനിക്ക് കോളേജിൽ പോകുന്നത് കൊണ്ട്, സ്കൂളിൽ പോകുന്നതുകൊണ്ട് ളുഹ്റും അസ്റും ഒന്നും സമയം കിട്ടാറില്ല, ഓഫീസിൽ പോകുന്നത് കൊണ്ട് സമയം കിട്ടാറില്ല, എനിക്ക് കച്ചവടത്തിന്റെ തിരക്കായത് കൊണ്ട് സമയം കിട്ടാറില്ല. 1.5 കൊല്ലം 2 കൊല്ലം അവനവന്റെ വീട്ടിന്റെ മതിൽക്കെട്ടിന്റെ ഉള്ളിൽ, വീട്ടിന്റെ അടുക്കളയിൽ തളച്ചിട്ടുകൊണ്ട് കൊറോണ എന്ന് പറയുന്ന ഒരു രോഗം അല്ലാഹു തആല തന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സർവ്വ പാഠശാലകളും പൂട്ടിച്ചില്ലേ റബ്ബ്? എല്ലാ ഓഫീസുകൾക്കും പൂട്ട് വീണില്ലേ? എല്ലാ സർവ്വ സംവിധാനത്തിനും പൂട്ട് വീണിട്ട് മനുഷ്യന് ബിരിയാണി വേണ്ട, അവന് കോഴി വേണ്ട, അവന് പോത്തു വേണ്ട, അവന് ഒട്ടകം വേണ്ട, ഒന്നും വേണ്ട. പച്ചലകൾ പിച്ചിത്തിന്ന് പരിഷ്കാരമില്ലാത്ത പടയാളികളുടെ കാലത്തേക്ക് റബ്ബുൽ ഇസ്സത്തായ നാഥന് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒന്ന് ചിന്തിക്ക്. റബ്ബിന്റെ കഴിവ് വല്ലാത്ത കഴിവാ. നമ്മൾ ആരും ഉദ്ദേശിച്ചില്ലല്ലോ 1 വർഷം സ്കൂൾ പൂട്ടുമെന്നൊക്കെ ജീവിതത്തിൽ ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഒരു ദിവസമൊക്കെ അവധി കിട്ടിയാൽ അന്ന് ഉത്സവമായിരുന്നു നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത്. ഒരു ദിവസം, വൺ ഡേ, ഒറ്റ ദിവസം ഒരു സ്ട്രൈക്കാണ്, ഒരു സമരമാണ്. ഏതെങ്കിലും കുട്ടികൾ വല്ല പേപ്പറുമായിട്ട് പോയാൽ കാണ്ട പോകുന്ന ആ മെമ്മോറണ്ടം കൊടുക്കാൻ ഇന്ന് ഇപ്പം വിടും, ഇന്ന് സ്ട്രൈക്കുണ്ട്, ഇന്ന് സമരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സ്കൂളിനകത്തിരുന്ന്, ക്ലാസ്സിനകത്തിരുന്ന് സന്തോഷിച്ചൊരു കാലം ഉണ്ടായിരുന്നു. 1 വർഷക്കാലം സ്കൂൾ അടച്ചിട്ടു. ആർക്ക് പറ്റി അതിനെ? അള്ളാന്റെ ആ തീരുമാനത്തിനെ ഭേദിക്കാൻ? ഇപ്പോഴും അതിന്റെ പൂർണ്ണമായ പ്രയാസത്തിൽ നിന്നും ലോകം മുക്തമായിട്ടില്ല. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാതാവിന്റെ ഗർഭാശയത്തിൽ പടച്ചതമ്പുരാൻ 9 മാസവും 11 ദിവസവും അങ്ങ് കിടത്തി. അതിന്റെ അത്ഭുതത്തെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ മുഅ്മിനിലൂടെ വളരെ കൃത്യമായി റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറയുകയാ, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة من قرار في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين.
പറയുകയാ, ബീജത്തുള്ളിയെ രക്തക്കട്ടയാക്കി മാറ്റി, രക്തക്കട്ടയെ മാംസക്കട്ടയാക്കി മാറ്റി, മാംസത്തിനെ എല്ലും കഷ്ണമാക്കി, അവസാനം എല്ലിനെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നൊരു രൂപം അല്ലാഹു തആല കൊടുത്തു. പിന്നെ പുറത്തേക്ക് വന്നു. അല്ലാഹു നല്ല രൂപമാക്കി പിന്നെ പുറത്തു വന്നു. ഇത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത പോയിന്റ് പറയുന്നത് കണ്ടോ? ഒന്ന് ചിന്തിക്കാൻ പറയാ. സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. അവിടെ ജീവിതത്തിന്റെ കാര്യം അല്ലാഹു തആല പറയുന്നില്ല. എത്ര നിസ്സാരമായിട്ടാ റബ്ബി ജീവിതത്തെ കണ്ടത്. എന്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കളൊന്ന് ചിന്തിക്കാൻ പറയുകയാ. എത്ര നിസ്സാരമായിട്ടാ പടച്ചതമ്പുരാൻ ഈ ജീവിതത്തെ കാണിച്ചു തന്നത്. അവിടെ ജീവിതത്തിന്റെ കാര്യമൊന്നും പറയുന്നില്ല. അടുത്തത് മരണമാണ്. കാരണം എന്താ? റൂഹ് കൊടുത്താൽ അടുത്ത നിമിഷം അല്ലാഹു തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട്. ഉമ്മാന്റെ വയറ്റിൽ കിടന്ന് തന്നെ മരിച്ചിട്ട് ചാപ്പിള്ള എന്ന ഓമന പേരിൽ പുറത്തു വന്നില്ലേ? വയറ്റിൽ കിടന്ന് മരിച്ചില്ലേ ഒരുപാട് ആളുകള്? അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞോ? അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. അകത്ത് അല്ലാഹു റൂഹ് കൊടുത്തു. 4 മാസമായപ്പോൾ 2 മാസം റൂഹ് ഉണ്ടായിരുന്നു. അകത്ത് കിടന്നൊരു സർക്കസ് കാണിച്ചു. പിന്നെ അല്ലാഹു തീരുമാനിച്ചു റൂഹ് പിടിക്കാൻ. റൂഹ് കൊണ്ടുപോയില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് പടച്ച തമ്പുരാൻ അടുത്ത പോയിന്റ് പറഞ്ഞത്, അല്ലാഹു തആല പറഞ്ഞത്, സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. അതിനുശേഷം റബ്ബുൽ ഇസ്സത്തായ നാഥൻ നിങ്ങളെ മരിപ്പിക്കും കേട്ടോ. അടുത്ത പോയിന്റും അതിനേക്കാൾ അത്ഭുതമാ. സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. അല്ലാഹു പരലോകത്തിൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അങ്ങനെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും പുറത്തേക്ക് കടന്നു വന്ന മനുഷ്യ, ചെറുപ്പക്കാരായ യുവാക്കളൊന്ന് ആലോചിക്കണേ. അവരൽപാൽപമായി പടച്ച തമ്പുരാൻ അതാ ബാല്യത്തിലൂടെ, യൗവനത്തിലൂടെ, കൗമാരത്തിലൂടെ, യൗവനത്തിലൂടെ യുവത്വത്തിലേക്ക് മനുഷ്യനെ കടത്തിക്കൊണ്ടുവന്നപ്പോൾ ഒരു പൂവിന്റെ മനോഹരമായ സുഗന്ധം പോലെ, ഒരു പുഷ്പവാടിയിൽ അതാ ഇങ്ങനെ ഇതളുകൾ വിരിച്ചു നിൽക്കുന്ന ഒരു പുഷ്പം പോലെ ആലോചിച്ചു നോക്കി. ഒരു ഇതൾ വിരിച്ചു നിൽക്കുന്ന പുഷ്പം കാണാൻ എന്ത് രസമാണ്, നാസാരന്ധ്രങ്ങൾക്ക് എന്ത് ആനന്ദകരമാണ്, എന്ത് നല്ല സ്മെല്ലാണ്. എന്നാലോ വൈകുന്നേരമാകുമ്പോൾ, സായാഹ്ന സമയമാകുമ്പോൾ ആ ചെറിയ ഒരു മന്ദമാരുതം വന്നിട്ട് ആ ഇതളുകളെ അങ്ങ് കൊടിച്ചു കളയും എന്ന് പറയുന്നത് പോലെ ഈ പ്രസരിപ്പുണ്ടല്ലോ, അത് പടച്ച തമ്പുരാൻ ഒരു ചെറിയ ഇടവേളയ്ക്ക് തരുന്നതാ. വെല്ലുവിളിക്കല്ലേ? ഒരു ചെറിയ ഇടവേളയ്ക്ക് ഒരു വിരുന്നുകാരൻ വന്നു പോകുന്നത് പോലെ അങ്ങ് വന്നു പോകും. വീട്ടിലൊരു വിരുന്നുകാർ വന്നാൽ അവിടെ താമസിക്കൂല. 3 ദിവസം വരെ സുന്നത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വിരുന്നുകാരൻ വന്ന് തിരിച്ചു പോകുന്നത് പോലെ നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നിട്ടുള്ള ആ യുവത്വവും കരുത്തും അങ്ങ് തിരിച്ചു പോകും. പിന്നെ കണ്ണുപിടിക്കുന്നില്ല, പിന്നെ കാതിന്റെ ഭാഗത്ത് കൈവെക്കാതെ വേണ്ടതുപോലെ കിട്ടുന്നില്ല, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓരോ രോഗമായി, മുട്ടുവേദനയായി, പ്രയാസമായി, ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല കരുത്തുള്ള ഒരു യുവത്വം തന്നു. ആ സമയത്ത് റബ്ബിനെ കുറിച്ച് ആലോചിക്കാൻ നീ തയ്യാറായില്ല എങ്കിൽ ഒരുപാട് ഖേദിക്കേണ്ടി വരും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, നമ്മുടെ അയമാലുകളെ കുറിച്ച് നാം എത്ര പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ചില ആളുകൾ, ചെറുപ്പക്കാരൊക്കെ അൽഹംദുലില്ലാ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാഹു പൂർണ്ണമായി ചെയ്യാൻ തൗഫീഖ് കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. പഴയ കാലമൊന്നുമല്ല കേട്ടോ. ഞാനിങ്ങനെ യുവത്വത്തിന്റെ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തുവാണോ എന്ന് ചിന്തിക്കേണ്ട. പഴയ കാലമൊന്നുമല്ല. അൽഹംദുലില്ലാ, യുവതി യുവാക്കളൊക്കെ നല്ല ഉഷാറിലാ ഉള്ളത്. 5 നേരവും കൃത്യമായി നിസ്കരിക്കുന്ന, വളരെ കൃത്യമായി സുന്നത്ത് നോമ്പുകൾ പോലും അനുഷ്ഠിക്കുന്ന യുവാക്കളെ എനിക്കറിയാം. പ്രത്യേകിച്ച് അന്ന് സുന്നത്തൊന്നുമില്ല എങ്കിൽ പോലും സുന്നത്ത് നോമ്പ് പോലും അനുഷ്ഠിക്കുന്ന, ഒരു പണിയില്ലാത്തവരല്ല, MBBS പഠിക്കുന്ന യുവാക്കളെ എനിക്കറിയാം. PG ചെയ്യുന്ന ആളുകളെ അറിയാം. നാളെ അവർ ഡോക്ടറാണ്, നാളെ അവർ സ്പെഷ്യലിസ്റ്റുകളാണ്. അങ്ങനെയുള്ളവരെ അറിയാം. നമുക്കൊരു SSLC പാസ്സാകുമ്പോൾ, ഒരു 10A+ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു +1ഉം +2ഉം പാസ്സാകുമ്പോൾ, അല്ലെങ്കിൽ BSc നഴ്സിംഗ് പാസ്സാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു BTech പാസ്സാകുമ്പോൾ, ഒരു MSc പാസ്സാകുമ്പോൾ, ഒരു BEd പാസ്സാകുമ്പോൾ, ഒരു സെറ്റും നെറ്റും ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പിന്നെ നിലത്തൊന്നുമല്ല, ആകാശത്തിന്റെ മുകളിലാ. 3-4 അക്ഷരങ്ങൾ, അക്ഷരമാല കൂട്ടങ്ങൾ സ്വന്തം പേരിനോടൊത്ത് മേമ്പടി ചേർത്ത് എഴുതി വെക്കുമ്പോൾ പിന്നെ ആലിമ്യങ്ങളെ കണ്ടാ അറിയൂല, സയ്യിദന്മാരോട് ആദരവില്ല, പള്ളിയോട് ബഹുമാനമില്ല, ഉറൂസിനോട് ആദരവില്ല. അതൊക്കെ പഴഞ്ചനായി മാറുകയാ.
വേണ്ട ചെറുപ്പക്കാരാ, അങ്ങനെ അഹങ്കാരം നടിക്കണ്ട. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വലിയ വിദ്യാസമ്പന്നരായ ഒരുപാട് ആളുകൾ എനിക്കറിയാം, അള്ളാഹുവിനെ കുറിച്ച് കാര്യമായി ചിന്തിച്ച്. സുബ്ഹാനല്ലാഹ്, ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞ് ഒരു വിഷയം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത് വാട്സാപ്പിൽ ഇങ്ങ് വിട്ടു തന്നാൽ മതി എന്ന് പറഞ്ഞു. കൊല്ലം ജില്ലയിലുള്ളതാണ്. അയാൾ ഇത് ലൈവായി കേൾക്കുന്നുണ്ടോ ഇല്ലേന്ന് എനിക്കറിയില്ല. കൊല്ലം ജില്ലയിലുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ അത് ഞാൻ പറഞ്ഞത് വാട്സാപ്പിൽ വിട്ടുതരാം, ഒരു ഡൗട്ട് ചോദിച്ചതാണ്. അപ്പൊ അദ്ദേഹം ആ ക്ലിപ്പിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു, അതിന്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അത് ദജ്ജാലുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അവിടെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ കാര്യം ചെയ്യും, സുഹൃത്തൊരു കാര്യം ചെയ്യും, അതിങ്ങനെ വാട്സാപ്പിൽ വിട്ടുതരാൻ പറഞ്ഞു. അപ്പൊ ഞാനത് ശരിക്കൊന്ന് കേൾക്കട്ടെ, അതിന്റെ മറുപടി ഞാൻ പറയാം, അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചു പറയാം എന്നൊക്കെ പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ഉസ്താദ് എനിക്ക് വാട്സാപ്പില്ല. ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് വാട്സാപ്പില്ല. 95 തികഞ്ഞ സർവ പല്ലുകളും പോയി. ഒരു മുറുക്ക് കൊടുത്താൽ, എന്താ പറയാ, ഒരു ചെറിയ കട്ടിയുള്ള അലുവാ കഷ്ണം കൊടുത്താൽ പോലും ഇങ്ങനെ ഒരു അരമണിക്കൂർ ചവച്ചിട്ട് വേണം ഇറക്കാൻ. അങ്ങനെയുള്ള ഉമ്മാമ്മയുടെ കയ്യിലുണ്ട് ഹൈടെക് സംവിധാനം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഒരു കയ്യിൽ വടിയും പിടിച്ച് ഖബറിലോട്ട് കാലും നീട്ടിയിരിക്കുന്ന ഉപ്പാപ്പാടെ വലത് കയ്യിലുമുണ്ട് വിശുദ്ധമായ ഖുർആനല്ല, വലിയ ഡിസ്പ്ലേ ഉള്ള സുബ്ഹാനല്ലാഹ് ഐഫോണ്. കുറയ്ക്കണ്ട, ഇരിക്കട്ടെ, ഏറ്റവും ലേറ്റസ്റ്റ് ഐഫോണ്. അതാ കാലം. എന്തിനാന്ന് ചോദിച്ചാൽ ഉപ്പാപ്പായ്ക്ക് അറിയില്ല. ഇതെന്താന്ന് ചോദിച്ചാൽ കോൾ എടുക്കാൻ പോലും ഈ സാധുക്കൾക്ക് അറിയില്ല. കോൾ വന്നാൽ ശുക്ർ ഇതൊന്ന് എടുത്ത് തരാൻ പറയും. സ്വന്തമായിട്ടൊരു കോൾ എടുക്കാൻ അറിയില്ല, ഒരു നമ്പർ കുത്തി വിളിക്കാൻ അറിയില്ല, ഒന്ന് ഓഫ് ആയാൽ ഓൺ ആക്കാനും അറിയില്ല, ഓണായാൽ ഒന്ന് ഓഫ് ആക്കാനും അറിയില്ല, ഒന്ന് സൈലന്റ് ആക്കാനും അറിയില്ല. ഇതിങ്ങനെ പലക പോലെ കൈ കൊടുത്തിരിക്കുക, വലിയ ഉഷാറായിട്ട്. സുബ്ഹാനല്ലാഹ്, അതാ കാലം. അല്ലാഹു അത് രക്ഷിക്കട്ടെ. ഒന്നും വേണ്ടാന്നും അഭിപ്രായമൊന്നുമില്ല എനിക്ക്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇയാൾ പറഞ്ഞു, ഉസ്താദേ എനിക്ക് വാട്സാപ്പില്ല. ഞാൻ പറഞ്ഞു, എന്താ വാട്സാപ്പ് ആപ്ലിക്കേഷൻ ചെയ്തിട്ടില്ലേ? അല്ല ഉസ്താദ്, എൻ്റെ മൊബൈല് പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ മൊബൈൽ എടുത്തിട്ട് എന്നെ കാണിച്ചു. നമ്മുടെ പഴയ ബട്ടന്റെ പഴയ സൈസ് മൊബൈല്. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് മറ്റേ മൊബൈലില്ല? ഞാൻ ചോദിക്കുമ്പോ, ഇല്ല ഉസ്താദേ, എനിക്ക് വല്ലാത്ത പേടിയാണ്, ഞാൻ വല്ലാതെ ഇപ്പോഴും ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അങ്ങനെ എത്ര ചെറുപ്പക്കാർ. നമുക്ക് ഈ സാധനം ഇല്ലാതെ പറ്റുമോ? കുറച്ച് സമയം മുമ്പ് ഇവിടുന്ന് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന്, കൺവീനറുടെ ഭാഗത്ത് നിന്ന് എത്ര വാട്സാപ്പാ വന്നത്? ഉസ്താദ് എവിടെ എത്തി? മൊയ്തീനാജി ചിരിക്കുകയാണ്. ഉസ്താദ് എവിടെ എത്തിയെന്ന്? ഈ സാധനം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. എല്ലാവരും കൊല്ലത്തേക്ക് വണ്ടി കയറാൻ വരാൻ പറ്റുമോ? ചിലരോടും പറയും, നിങ്ങൾ വാട്സാപ്പിൽ ഇട്ടാൽ മതി നോട്ടീസ്, ഇതില്ലാതെ പറ്റുമോ? അപ്പൊ നമുക്കിതൊന്നും ഇല്ലാതെ പറ്റൂല. കാലം അതായി പോയി. പടച്ചോൻ കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ ഞെട്ടിപ്പോയി. വാങ്ങാൻ പൈസ ഇല്ലാത്തതാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഏറ്റവും നല്ല സംവിധാനം ഉള്ളത് ഇപ്പൊ ഒന്ന് ഭിക്ഷ എടുക്കുന്ന ആളുകളില്ല. പഴയ സിസ്റ്റം ഒക്കെ മാറി. മുമ്പൊക്കെ ചൈനയിലായിരുന്നു ഷിപ്പിംഗ് മിഷൻ, ഇപ്പൊ ഇവിടെ ഉണ്ട്. പൈസ ഇല്ലെന്ന് പറയണ്ട, കാർഡ് കൊടുക്കാൻ പറയും. അങ്ങനെയുള്ള സാധനമായിട്ട് ചില ആളുകൾ നടക്കുന്നുണ്ട്. പൈസ ഇല്ലെന്ന് വെച്ചാൽ ഉടനെ മറ്റേതെടുക്കുക. കാർഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അതുണ്ട്. അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിക്കും. ഏത് നോട്ടീസ് അടിച്ചാലും അതിന്റെ താഴെ ഗൂഗിൾ പേയുടെ ആ സീരിയൽ കൊടുക്കും. അതാ കാലം. എന്റെ പ്രിയപ്പെട്ടവർക്ക് പൈസ ഇല്ലേ എന്ന് ചോദിക്കാൻ പറ്റൂല. കാരണം എന്താ? ഇയാള് PhD ഉള്ള ആളാണ്. അദ്ദേഹം വലിയ എഡ്യൂക്കേറ്റഡ് ആണ്, സമ്പന്നനാണ്, ഭാര്യ ഡോക്ടറാണ്, വാപ്പ കോളേജിലെ പ്രൊഫസറാണ്, അനിയനും PhD എടുക്കാൻ പോകുന്ന ന്യൂഡൽഹിയിലോ മറ്റോ പഠിക്കുന്ന ആളാണ്. ഹൈടെക് കുടുംബമാണ്. പക്ഷെ ആള് മൊബൈൽ ഉപയോഗിക്കാൻ പേടി. ഇതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കൂല. ഉസ്താദ് കുറച്ചിങ്ങനെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി പറയുകയാണ് എന്ന് എന്റെ പരിസരത്തും ഓൺലൈൻ സംവിധാനത്തിലൂടെ ലോകത്തിൽ എവിടെയെങ്കിലും വീക്ഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വിനീതരോട് പറയാ, എന്നോട് നിങ്ങൾ പേഴ്സണലായി ബന്ധപ്പെട്ടോ, ഞാൻ ആ സഹോദരനിലേക്ക് എത്താനുള്ള വഴി കാണിച്ചു തരാം. അദ്ദേഹത്തിന് വിലായത്തുണ്ടൊന്നും പറയല്ല, ഒരു ചെറുപ്പക്കാരന്റെ സൂക്ഷ്മത പറയാ. അപ്പൊ ആഗ്രഹിച്ചാൽ പലതും നടക്കുമ്പോഴേ അത് വിദ്യാഭ്യാസത്തിനെതിരല്ല. വിദ്യാസമ്പന്നരായ ആളുകൾക്ക് കൃത്യമായി നിസ്കരിക്കാൻ പറ്റൂലേ? ജോലിയുള്ള ആളുകൾക്ക് പറ്റൂലേ? നോമ്പെടുക്കാൻ പറ്റൂലേ? കച്ചവടക്കാരന് 5 മിനിറ്റ് സമയത്തേക്ക് അവന്റെ ഷട്ടർ ഒന്ന് താത്തിട്ടാൽ ഒന്നും സംഭവിക്കൂല എന്ന് തീരുമാനിക്കാനുള്ള ഈമാൻ
എന്തുകൊണ്ട് കച്ചവടക്കാർക്ക് ഉണ്ടാവുന്നില്ല? പള്ളിയുടെ കടയിലായിരിക്കുന്നത്, പള്ളിയുടെ കടയിൽ വടമുറി കൊടുത്തിരിക്കുന്നത് പള്ളിക്കാരാണ്. എന്നാൽ പോലും ജമാഅത്ത് നിസ്കരിക്കാൻ മടി കാണിക്കുന്ന സഹോദരങ്ങളുടെ കാലവാ. ഇവിടെ ആരും അങ്ങനെ എനിക്കറിയില്ല കേട്ടോ. ഇതിൽ അദ്ദേഹത്തിനെ കുറിച്ച് ആരോ പറഞ്ഞു കൊടുത്തതായിരിക്കും. ഇവിടെ എനിക്കൊന്നും അറിയില്ല. ഞാൻ പൊതുവെയുള്ള കാര്യമാണ് പറഞ്ഞത്. ചില വിഷയങ്ങൾ പറയുമ്പോൾ നമുക്ക് പേടിയാ. പടച്ചോന് അങ്ങനെയുള്ള ആളുകൾ ഇവിടങ്ങാനുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് മുമ്പൊരു പ്രഭാഷണത്തിൽ എന്തോ ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞു. നമ്മുടെ കൊല്ലത്ത് അതിന് ഭാഷ വേറെയാണ്, ഇവിടെ അതിന് ഭാഷ വേറെയാണ്. പക്ഷെ പുറകിലിരുന്ന ഒരാളുടെ ഇരട്ടപ്പേരായിരുന്നു അത്. കുടുങ്ങിയില്ലേ? എനിക്ക് പോകാൻ പറ്റുമോ? എനിക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ? നിങ്ങൾക്ക് മനസ്സിലായി? ഇരട്ടപ്പേരെന്ന് പറഞ്ഞാൽ തിരിയോ? എനിക്കറിയില്ല. ഈ കളിയാക്കി വിളിക്കുന്ന പേര് ഇരട്ടപ്പേരെന്ന് നമ്മളവിടെ പറയാം. കളിയാക്കിയിട്ടൊരു പേര് വിളിക്കുമല്ലോ, അങ്ങനൊന്നും വിളിക്കാൻ പാടില്ല കേട്ടോ. കളിയാക്കിയിട്ട് വിളിക്കുന്ന ഒരു പേരായിരുന്നു കൊല്ലത്തുള്ള ഒരു സാധനത്തിന്റെ പേര് ഞാൻ പറഞ്ഞപ്പോൾ. അപ്പൊ പുറകിലിരുന്ന് ഭയങ്കര ചിരിയിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ആ സാധനത്തിന് എന്തെങ്കിലും പറഞ്ഞില്ല. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴാ പറഞ്ഞത് അത് ഇദ്ദേഹത്തിനെ ഇങ്ങനെ വിളിക്കുന്ന ഒരു പേരാണ് എന്ന നിലയ്ക്ക്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചില വ്യത്യാസങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും. അല്ലാഹു തആല ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു നല്ലത് ആലോചിക്കാൻ തൗഫീഖ് തരട്ടെ. ഖബൂലിയത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, വിദ്യാഭ്യാസമോ തൊഴിലോ ജീവിതത്തിന്റെ തിരക്കോ ഒന്നും പറഞ്ഞ് പടച്ചവന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിവാകാൻ സാധ്യമല്ല. 2 വർഷം കൊറോണയിൽ നല്ല അവസരം തന്നു. ഈ 2 വർഷം നിങ്ങൾ ആലോചിച്ച്, ജുമാ പോലും വീട്ടിന്റെ ഉള്ളിൽ ഉപ്പാപ്പൊക്കെ കുത്തുപോകാൻ ഭയങ്കര പുതിയ മസാലയൊക്കെ പഠിച്ചു. വാട്സാപ്പിൽ മസാലയോടെ മസാല 3 പേരെ കൊണ്ട് പറ്റും, 4 പേരെ കൊണ്ട് പറ്റും. പണ്ട് 5ാം ക്ലാസ്സിൽ പഠിച്ച മദ്രസയിൽ പഠിച്ച ആ ഒരു അറിവൊക്കെ വെച്ചിട്ട് ഉപ്പാപ്പന്മാര് വീട്ടിന്റെ ഉള്ളിൽ ഖത്തീബന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ വരുന്നു, കുട്ടികൾ അതിന്റെ ഇടയ്ക്ക് കമ്പിട്ട് കുത്തുന്നു. ഖത്തീബിനെ കാണുന്ന വീട്ടിൽ പറ്റൂലല്ലോ. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. ആലോചിച്ച് നോക്കുങ്ങളെ, ജുമാ വീട്ടിൽ നടത്തി, ജുമാ പള്ളിയിൽ ജുമാ നടത്താൻ പറ്റിയില്ല, റമളാൻ മാസത്തിൽ നിസ്കരിക്കാൻ പറ്റിയില്ല, പെരുന്നാൾ നിസ്കരിക്കാൻ പറ്റിയില്ല, പള്ളികൾ മുഴുവനും പൂട്ടപ്പെട്ടു പോയി അല്ലേ, സ്കൂളുകൾ മുഴുവനും പൂട്ടപ്പെട്ടു പോയി. ഞാൻ പറയുന്നത് റബ്ബിന് എല്ലാത്തിനും കഴിവുണ്ട് കേട്ടോ. അള്ളാനെ വെല്ലുവിളിക്കാൻ നിൽക്കല്ലേ. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. എന്തിനാ പടച്ചോ യുവത്വം തന്നത്? റബ്ബിനെ വെല്ലുവിളിക്കാനല്ല. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാർ, അൽഹംദുലില്ലാഹ്, ഒരുപാട് അമലുകൾ ചെയ്യുന്ന യുവതി യുവാക്കൾ ആ പുതിയ കാലഘട്ടത്തിൽ അള്ളാന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടിട്ടുള്ള എത്ര ചെറുപ്പക്കാർ അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഉംറയുടെ ക്ലാസ് എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് കടന്നു വരുമ്പോൾ തിരക്കിട്ടങ്ങനെ പെട്ടെന്ന് വാഹനത്തിൽ കയറിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, ഉസ്താദേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. സാധാരണ എല്ലാവരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യും. ഞാൻ ശ്രദ്ധിച്ചു, അവൻ രണ്ടാമത് പറഞ്ഞ പോയിന്റ്, ഉസ്താദേ ഞാനിപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. ഈ അടുത്ത കാലത്തായിട്ട് മുസ്തഫ നബി തങ്ങളെ എനിക്ക് സ്വപ്നം കാണാൻ പറ്റുന്നില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? ഈ അടുത്ത സമയത്തായിട്ട് എനിക്ക് നബിയെ കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് പലവട്ടം കണ്ടു എന്നല്ലേ അതിന്റെ അർത്ഥം. ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, വണ്ടി വിടല്ലേ, അവിടെ ഒന്ന് നിൽക്ക്, ഞാനങ്ങ് പുറത്തിറങ്ങി. നമുക്ക് അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു എന്ന് പറയുന്ന സംഭവം കേൾക്കുന്നതിനേക്കാളും വല്ല തിരക്കുണ്ടോ? ഞാൻ അവന്റെ കൈ പിടിച്ച് ഇങ്ങനെ നടന്നു. എപ്പോഴാണ് നീ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ തുടങ്ങിയത്? അവൻ പറഞ്ഞു, ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഹബീബായ പ്രവാചകനെ സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പേര് തന്നെ ആശിക്കുന്ന ആലോചിച്ച് ഞാൻ അതിങ്ങനെ ചിന്തിക്കുകയാണ്. നല്ല നല്ല പേരിട് മനുഷ്യന്മാരെ, നല്ല നല്ല പേരിട് മക്കൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പേര് കേട്ടാൽ സുബ്ഹാനല്ലാഹ്, ഇത് ഏത് ചൈനയാണോ, ഇത് ഏത് രാജ്യമാണ്, ഏത് മതമാണ്, പിന്നെ വാപ്പാടെ പേരും കൂടെ ചോദിക്കേണ്ടി വരും മുസ്ലിമാണോ എന്നറിയാൻ. ഇവിടത്തെങ്ങല്ല, ചില സ്ഥലത്ത് എനിക്കങ്ങ് പോകണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചില സ്ഥലങ്ങളിലെ പേര് പറഞ്ഞാൽ മുസ്ലിമാണോ എന്ന് സംശയിച്ചു. ചില സാധനങ്ങളൊക്കെ ചില ആളുകളോടും എന്നിട്ട് പറയും ഇതിപ്പോ സൗദിയിൽ ഉള്ള പേരാണ്. എടാ, സൗദിയിൽ പരിഷ്കാരമില്ലേ? സൗദിയിൽ പരിഷ്കാരമില്ലേ? മോഡേൺ ഇല്ലേ? മോഡേൺ പേരുകളില്ലേ? പേര് അറബിയായി എന്ന് പറഞ്ഞിട്ട് മഹത്വം കൂടൂല, മലയാളം ആയി എന്ന് പറഞ്ഞിട്ട് മഹത്വം കുറയത്തുമില്ല. പേരായാൽ മഹത്വം കൂടും. നമ്മൾ അത് അറബി അവിടെ നിന്ന് ഞങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഇപ്പാപ്പ അല്ലെങ്കിൽ ഇന്ന ആളെനിക്ക് സൗദിയിലുള്ള ഒരു കുട്ടിയുടെ പേരാണിത്, അതുകൊണ്ട് ഓക്കെ ഉസ്താദ് എന്ന് പറയുന്ന പുതിയ ചില ടീമുകളുണ്ട്.
അങ്ങനൊന്നുമല്ല. പേരുകൾ ഏതെങ്കിലും മഹത്തുക്കൾക്ക് അവരുടെ ജസദിന് അത് വീണിട്ടുണ്ടോ, അതിന് നല്ലൊരു മുസമ്മയുണ്ടോ, ഉണ്ടായ ചരിത്രമുണ്ടോ, അതാ നോക്കേണ്ടത്. ഈ പേര് കാര്യപ്പെട്ടൊരു മഹാനോ മഹദിക്കോ ചരിത്രത്തിൽ വീണിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ടോ നോക്കണം. പഠിച്ചു വെച്ചോ, പേരിടുന്ന നിബന്ധന അതാ. അത് ക്വാളിറ്റി കൂടട്ടെ, സഹാബിയാകട്ടെ, ബദരീങ്ങളാകട്ടെ, വലിയാകട്ടെ, വലിയത്താകട്ടെ, സൂഫിയാകട്ടെ, മുത്തഖിയാകട്ടെ, മുഹ്സിനാകട്ടെ, ആരും ആകട്ടെ, ഒരു നല്ലൊരു വ്യക്തിക്ക് ആ പേരുണ്ടാവണം. അപ്പോൾ ആ പേരിന് ബറക്കത്ത് ഉണ്ടാവും. ആ പേരിനെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂൽ മദ്ഹ് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് പറഞ്ഞാൽ പിന്നെ ഒരുപാട് പറയാനുണ്ട് ആ പേര് സംബന്ധമായി. സന്ദർഭോചിതമായി ഞാൻ പറഞ്ഞതാ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല പേരുകൾ തരട്ടെ, ഉള്ള പേരിൽ ബറക്കത്ത് നൽകട്ടെ. ഇനിയിപ്പോ 25 വയസ്സായി പോയി, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ, അള്ളാഹു നന്നാക്കി തരട്ടെ. അപ്പൊ അതുകൊണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആരെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ അമലുകൾ ചെയ്തിട്ട് നാളെ അങ്ങ് രക്ഷപ്പെടാമെന്നും വിചാരിക്കണ്ട. കാര്യമായി ശ്രദ്ധിച്ചെങ്കിലേ രക്ഷപ്പെടാൻ പറ്റൂ. നമ്മുടെ അമലുകളെ കുറിച്ച്, ചെയ്യുന്നവരുടെ അമലുകളെ കുറിച്ച് പോലും ഗ്യാരണ്ടി ഇല്ല. അപ്പൊ ചെയ്യാത്തവരുടെ അവസ്ഥ എങ്ങനെയാ? നമ്മൾ ചെയ്യുന്ന അമലുകളുണ്ടല്ലോ, കൃത്യമായി ചെയ്യുന്നത്, നമ്മളിപ്പോ നിസ്കരിച്ച നിസ്കാരം, അനുഷ്ഠിച്ചിട്ടുള്ള നോമ്പ്, കൊടുത്ത സ്വതക്ക, നിർവഹിച്ച സക്കാത്ത്, വല്ല ഗ്യാരണ്ടി ഉണ്ടോ? നമുക്കതിനെ കുറിച്ച് വല്ല ഭയമുണ്ടോ? അള്ളാഹുവേ, ഞാൻ ഇത്ര വയസ്സായി, 15 വയസ്സ് മുതൽ ഞാൻ നിസ്കരിക്കുന്നു, വർഷത്തിൽ ഒരു തവണ 30 ദിവസമോ 29 ദിവസമോ ഞാൻ അള്ളാഹു വേണ്ടി പ്രഭാത പ്രദോഷങ്ങൾക്കിടയിൽ പട്ടിണി കിടക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, വളരെ പാടുപെട്ട് പ്രയാസപ്പെട്ട് ഹജ്ജ് ചെയ്തു. അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിലൊരു പിടുത്തം, അള്ളാഹ് സ്വീകരിച്ചിട്ടുണ്ടോ? റബ്ബേ, കബൂലായിട്ടുണ്ടോ? തള്ളപ്പെട്ടിട്ടുണ്ടോ? മഹാനായ അതാഉസ്സലമി റളിയല്ലാഹു തആല അൻഹു, സൂഫിയായ വലിയായ ആരിഫായ കാര്യപ്പെട്ട മഹാനായ അതാഉസ്സലമി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജോലി എന്താണെന്നറിയുമോ? ഒരു തുണി വ്യാപാരി, തുണി നെയ്യുന്ന ആളായിരുന്നു. ന്റെ ജോലി വീട്ടിലിരുന്നു കൊണ്ട് നല്ലതുപോലെ തുണികളൊക്കെ നെയ്ത് അങ്ങാടിയിൽ കൊണ്ടുപോയി, മാർക്കറ്റിൽ കൊണ്ടുപോയി അത് വിൽക്കുമായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ ഉമ്മമാര്, ശ്രദ്ധിച്ചു കേൾക്കണേ സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു കേൾക്കണേ. ഒരുപാട് എന്റെ കയ്യിലുണ്ട്, ഞാൻ ഒരുപാട് അമലുകളുമായിട്ട് ഇരിക്കുകയാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ചെറുപ്പക്കാര് ചിന്തിക്കണേ. ഇല്ലാത്തവർ കാര്യഗൗരവത്തിൽ ആലോചിക്കണേ. ബഹുമാനപ്പെട്ട അതാഉസ്സലമി റളിയല്ലാഹു തആല അൻഹു സമയമെടുത്തിട്ട് ഒരു തുണി നെയ്തു. നല്ലതുപോലെ സമയമെടുത്തിട്ട് ഒരു തുണി നെയ്തുണ്ടാക്കി, തയ്ച്ച് സ്റ്റിച്ച് ചെയ്തുണ്ടാക്കി. അപ്പൊ നല്ല വില കിട്ടണമല്ലോ. കാരണം എന്താ, വളരെ സാധാരണ തുന്നുന്നതിനേക്കാളും സമയമെടുത്തിട്ട് ഉണ്ടാക്കിയ തുണിയാണ്. അതെവിടെ കൊണ്ടുപോയി? അങ്ങാടിയിൽ കൊണ്ടുപോയി അത് വിൽക്കാൻ വെച്ചു. തുണി നോട്ടക്കാരനായ നല്ലൊരു വ്യാപാരി വന്നു. കൊള്ളാലോ, നല്ല തുണിയാണല്ലോ, നല്ല പ്രത്യേക ഒരു ഡിസൈനൊക്കെ ഉണ്ടല്ലോ, എടുത്ത് തിരിച്ചു മറിച്ചും ഒക്കെ നോക്കി, നല്ല ഉഷാറുണ്ട്. അപ്പോഴ് ഈ വ്യാപാരി ഒരു വില പറഞ്ഞു. അപ്പൊ അതാഉസ്സലമി റളിയല്ലാഹു തആല അൻഹുവിന് ഒരു സംശയം, പടച്ചവനെ, എന്താ ഇത്രയും വില കുറഞ്ഞു പോയത്? ഞാനിതിന് നല്ലൊരു എമൗണ്ട് പ്രതീക്ഷിച്ച് വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവച്ച തുണിയായിരുന്നു. വില പറഞ്ഞപ്പോ വളരെ കുറവ് വില. അതാഉസ്സലമി റളിയല്ലാഹു തആല അൻഹു വിഷമത്തോടെ ചോദിച്ചു, അല്ല സഹോദര, ഇതിനെന്താ ഇത്രയും വില കുറഞ്ഞു പോകാനുള്ള കാരണം? സമയമെടുത്ത് നെയ്ത തുണിയാണല്ലോ, കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലോ, സാധാരണ തുണിയല്ല, വളരെ സമയമെടുത്ത് നെയ്തതാണ്. ഉടൻ തന്നെ ഈ തുണി നോക്കാൻ അറിയുന്ന ആള്, അതാഉസ്സലമി റളിയല്ലാഹു തആല അൻഹുവിന് നെയ്യാനല്ലേ അറിയൂ, നെയ്ത്താണ് അറിയുന്നത്. പക്ഷെ ഈ വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വളരെ കൃത്യമായ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ അയാൾക്കറിയാം. ചില ആളുകൾ ചില സാധനം നോക്കിയാൽ അങ്ങ് പറയും, അവർക്കൊന്ന് തൊടയോലും വേണ്ട, ഇന്നതാണെന്ന് പറയും. അതൊരു വൈദഗ്ധ്യമാണ്, ഒരു കഴിവാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അതാഉസ്സലമി തങ്ങളോട് പറഞ്ഞു, ദാദാ ഈ തയ്യല് അങ്ങോട്ട് അതിന്റെ കോൺ തെറ്റിയിട്ടുണ്ട്, ശരിയല്ല, ഇവിടെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലായിട്ടില്ല, ഇവിടെ ഒരല്പം കീറിയിട്ടുണ്ട്. ഇങ്ങനെ തന്റെ തുണിയുടെ കുറ്റങ്ങളും കുറവുകളും ഓരോന്നായി ബഹുമാനപ്പെട്ട അതാഉസ്സലമി റളിയല്ലാഹു തആല അൻഹുവിന്റെ തുണിയുടെ വില കുറച്ചു പറഞ്ഞ ആ വ്യാപാരി പറയാൻ തുടങ്ങിയപ്പോൾ അതാഉസ്സലമി റളിയല്ലാഹു തആല അൻഹു പൊട്ടി കരയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊട്ടി കരയുകയാ. വല്ലാത്ത കരച്ചില്. അതാഉസ്സലമി റളിയല്ലാഹു തആല അൻഹു പറയുന്നു,
ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയം വ്യാപാരി ചോദിക്കുന്നു, നിങ്ങൾക്ക് തുണിയുടെ വില കുറഞ്ഞു പോയത് കൊണ്ടാണോ കരയുന്നത്? നിങ്ങൾക്ക് നല്ല വില ഞാൻ തരാം, കരയല്ലാത്ത നിങ്ങളുമായിട്ട് ഏറെ നാളത്തെ ബന്ധമുണ്ടല്ലോ, ബിസിനസ് വ്യാപാര ബന്ധമുണ്ടല്ലോ, നമ്മൾ തമ്മിൽ വലിയ ബന്ധമുള്ള ആളാണല്ലോ, അതുകൊണ്ട് വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, നിങ്ങൾ ഉദ്ദേശിച്ച വില ഞാൻ തരാം, കരയല്ലാത്ത എന്ന് പറഞ്ഞപ്പോൾ അതാഉ സലമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങൾ പറഞ്ഞ വില കുറഞ്ഞു പോയത് കൊണ്ടല്ല ഞാൻ കരയുന്നത്. ഞാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി ഇപ്പോൾ ധാരാളം ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പടച്ചവന് വേണ്ടി പട്ടിണി കിടന്ന് നോമ്പെടുക്കുന്നുണ്ട്, 5 നേരവും കൃത്യമായി നിസ്കരിക്കുന്നുണ്ട്, ഒരുപാട് എന്നെ കൊണ്ടാവുന്നത് പോലെയുള്ള ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന സമയം എൻ്റെ മനസ്സിൽ അല്ലാഹു ഇത് സ്വീകരിക്കുമെന്നാണ്, ഒരു കുറ്റങ്ങളും ഇല്ല എന്നാണ്, ഒരു കുറവുകളും ഇല്ല എന്നാണ്. നല്ല സൂക്ഷ്മതയോടെ ഞാൻ ചെയ്യുന്ന ഇബാദത്ത് അത് നോക്കാൻ അറിയുന്ന പടച്ചവന്റെ മുമ്പിലെത്തുമ്പോൾ, അത് വീക്ഷിക്കാൻ, അത് പരിശോധിക്കാൻ അറിയുന്ന റബ്ബുൽ ഇസ്സത്തായ നാഥന്റെ മുമ്പിലെത്തുമ്പോൾ എൻ്റെ ഇബാദത്തിന്റെ അവസ്ഥയും ഇതുപോലെയാണോ? അത് ചിന്തിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞു പോയതാ. ഇന്നുവരെ ഞാനും നിങ്ങളും ചെയ്ത ആരാധനകൾ വളരെ കുറവാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പൊന്നുമോനെ, ചിന്തിച്ചു നോക്ക്. ഇന്നുവരെ അല്ലാഹുവേ എന്റെ നിസ്കാരം നീ സ്വീകരിച്ചിട്ടുണ്ടോ? പടച്ചവൻ എന്റെ നിസ്കാരം തെള്ളിയിട്ടുണ്ടോ? എന്റെ നോമ്പ് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കാര്യമായിട്ട് നമ്മുടെ ഇബാദത്തുകളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല വളരെ സിമ്പിളായി നമ്മളെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ള പടച്ചോനാണ്. പക്ഷെ സിമ്പിളായി പോലും രക്ഷപ്പെടാൻ നമുക്ക് തയ്യാറല്ല. മനസ്സിലായില്ല. അല്ലാഹു വളരെ എത്രയും പെട്ടെന്ന് ഈ മനുഷ്യർ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കരുണയുള്ള റബ്ബാണ്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തും അല്ലാഹു തആല ചില പ്രത്യേകതകൾ വെച്ചിട്ടുണ്ട്. ആ സമയം മൊത്തത്തിലൊന്ന് കവർ ചെയ്താൽ എന്തായിരുന്നാലും അവൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. കുറെ കാര്യങ്ങൾ അങ്ങനെയുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പൊരുത്തം ഒരു സൽക്കർമ്മത്തിൽ അല്ലാഹു തആല മറച്ചു വെച്ചിട്ടുണ്ട്. ഒരു സൽക്കർമ്മത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം മറച്ചു വെച്ചിട്ടുണ്ടാവും. ഇത് എവിടാന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടാവില്ല. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ. ഒരു കാര്യത്തെ നമ്മൾ നിസ്സാരമായി കാണരുത്. എന്താ പറഞ്ഞത്? ഒരു കാര്യത്തെ നമ്മൾ നിസ്സാരമായി കാണരുത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏതെങ്കിലും ഒരു നന്മയിൽ പടച്ചവന്റെ ഒരു പൊരുത്തം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ദാവൂദ് നബി, ചെല്ല് ഇവിടുത്തെ ദാവൂദ് ആ കാക്കയുടെ കാര്യമല്ല, ഇച്ചാടെ കാര്യമല്ല, ഇത് സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവേ പടച്ചവനെ അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബിൽ വെളിച്ചം നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ടവര് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു സംഭവം മഹാനായ ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അവിടുത്തെ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയുമോ? ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ ഒരു സമുദ്രതീരത്ത് കപ്പലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കപ്പലതാ ആരംഭം കുറിച്ചു. കപ്പലിന്റെ കെട്ടഴിച്ചു വിട്ടു. ഇപ്പോഴത്തെ പോലെ കപ്പലല്ല, വിശാലമായ കപ്പലൊന്നുമല്ല. അന്നത്തെ കപ്പലെന്ന് പറയാൻ പറ്റുന്ന സമുദ്രത്തിലൂടെ പോകുന്ന ആ കപ്പലിന്റെ കെട്ടഴിച്ചു വിട്ട കപ്പൽ അങ്ങ് യാത്ര തുടങ്ങാൻ പോകുമ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോൾ കരയിൽ നിന്ന് ഒരാൾ തുമ്മുകയാണ്. തുമ്മുക എന്ന് പറഞ്ഞാൽ അറിയില്ലേ? തുമ്മുകയാണ്. കരയിൽ നിന്ന് ഒരാൾ തുമ്മുകയാണ്. എന്നിട്ട് ആ തുമ്മിയ മുഅ്മിനായ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. ഉടൻ തന്നെ കപ്പൽ വിടുന്ന കപ്പിത്താനോട് പറഞ്ഞു, എന്നെ കരയിലേക്കൊന്നും കൂടി ഒന്ന് അടുപ്പിച്ചു തരുവോ? കരയിലേക്കൊന്നും കൂടെ എന്നെ ഒന്നും കൊണ്ടുപോകുമോ? ഇപ്പൊ കപ്പൽ യാത്ര തുടങ്ങിയല്ലോ, കെട്ടഴിച്ചു വിട്ടങ്ങനെ തുടങ്ങിയല്ലോ, പ്രാരംഭം കുറിച്ചല്ലോ. ഉടൻ തന്നെ പറയുന്നു, എങ്ങനെയായി ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റുക? ഞാൻ ഇനി പോകണമെങ്കിൽ 1 ദിർഹം നിങ്ങൾ എനിക്ക് തരണം. ഞാൻ വേണമെന്ന് അടുപ്പിച്ചു തരാം.
ജസ്റ്റ് ഒന്ന് അടുപ്പിച്ചു തരാം. നിങ്ങൾ കാര്യപ്പെട്ട ഒരാളാണല്ലോ. പക്ഷെ ഒരു ദിർഹം എനിക്ക് നിങ്ങൾ പകരമായി തരാമല്ലോ. അങ്ങനെ ഒരു ദിർഹം കൊടുത്തിട്ട് മഹാനായ സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ ആളിന്റെ അടുക്കൽ പോയിട്ട് പറയുകയാ യർഹമുക്കല്ലാഹ്. നമ്മൾ അടുത്തിരിക്കുന്ന കസേലയിരുന്ന് എത്ര ആളിപ്പോ തുമ്മിയിട്ടുണ്ട് വയത് തുടങ്ങിയതിനു ശേഷം. നമ്മളത് ശ്രദ്ധിച്ചിട്ട് പോലും. അപ്പൊ എന്ത് വേണം? തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. എങ്കിലല്ലേ മറ്റേ ആൾക്ക് അതിന് ജവാബ് പറയാൻ പറ്റൂ. യർഹമുക്കല്ലാഹ് എന്ന് പറയണം. എന്റെ പ്രിയപ്പെട്ടവരെ, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം യർഹമുക്കുമുല്ലാഹ് അല്ലെങ്കിൽ യർഹമുക്കല്ലാഹ് എന്ന് അദ്ദേഹത്തിന് അതാ പ്രത്യുത്തരം നൽകിയപ്പോൾ ആ മനുഷ്യൻ പിന്നീട് ഒരു ദുആ ചെയ്യുന്നു. അത് അടുത്ത കടമയാ തുമ്മയാളിൻ്റെത്. യഹ്ദീകുമുല്ലാഹു യുസ്ലിഹ് ബാലക്കും, ഒരു പ്രാർത്ഥനയാ, അല്ലാഹു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നാക്കി തരട്ടെ എന്ന് ഒരു പ്രത്യേകമായ പ്രാർത്ഥനയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ആൾ ആമീനും പറയണം. അങ്ങനെ ആമീനും പറഞ്ഞിട്ട് കപ്പൽ യാത്ര തുടങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ് ഫസുഇല അൻ ദാലിക, ഇതിനെക്കുറിച്ച് അതാ ചോദിക്കുന്നു. അല്ല ദാവൂദ് നബിയെ, നിങ്ങൾ ഇങ്ങനെ ഒരു ദിർഹം കൊടുത്തുകൊണ്ട് കരയിലുള്ള ഒരാൾ തുമ്മിയപ്പോൾ നിങ്ങൾ അൽഹംദുലില്ലാഹ് പറഞ്ഞത് കേട്ടിട്ട് യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചു, അതിന് ആമീൻ പറഞ്ഞു, ഒരു ദിർഹം പകരം കൊടുത്തു. എന്തിനാണ് ഇത്രയും മൂല്യമായിട്ട് അതിനെ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ലഅല്ലഹു യകൂനു മുജാബദ് ദഅവ, അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള ആളാണെങ്കിലോ. ഒരാളിനെ നിസ്സാരമായിട്ട് കാണരുത്. എനക്ക് അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ഒരു സാധു പറഞ്ഞാൽ ആമീൻ പറയാനുള്ള മനസ്സുണ്ടാവണം. ചിലപ്പോൾ അതായിരിക്കും നിന്റെ വിജയത്തിന്റെ രഹസ്യം. എന്താ പറഞ്ഞത്? അൽഹംദുലില്ലാഹ് ദാവൂദ് നബി റഹ്മത്തുള്ളാഹി. അടുത്തത് അദ്ദേഹം ഒരു ദുആ, യഹ്ദീകുമുല്ലാഹു യുസ്ലിഹ് ബാലക്കും. ആ ദുആ ചെയ്ത ആളിനെ കുറിച്ച് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളാണെങ്കിലോ. അല്ലാഹ് ഫലമ്മാ റഖദൂ സമിഉ ഖായിലൻ യഖൂൽ, അതാ കപ്പലിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുകയാ, യാ അഹ്ലസ് സഫീന, അല്ലയോ കപ്പലിലുള്ള ആളുകളെ. ഒരാൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, അല്ലയോ കപ്പലിലുള്ള ആളുകളെ, ഇന്ന അബാ ദാവൂദ ഇസ്തറൽ ജന്നത മിനല്ലാഹി ബിദിർഹം, ഇസ്തറൽ ജന്നത മിനല്ലാഹി ബിദിർഹം. ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാം അതാ അല്ലാഹുവിൽ നിന്ന് ഒരു ദിർഹമിന്റെ പകരത്തിൽ സ്വർഗം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ദിർഹമിന്റെ പകരത്തിൽ പടച്ചവന്റെ അടുത്ത് നിന്ന് സ്വർഗം വാങ്ങിയെന്ന് സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് കപ്പലിലുള്ള ഒരാൾ വിളിച്ചു പറയുമ്പോൾ ഒരു അമലിൽ അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു അമലിൽ ഹദീസിന്റെ വെളിച്ചത്തിൽ മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അമലുകളെ നിസ്സാരപ്പെടുത്തല്ലേ, ചെറുതെന്നും വലുതെന്നും പറഞ്ഞ് തരം തിരിക്കല്ലേ പ്രിയപ്പെട്ട യുവതിയുവാക്കളെ. ഇടയ്ക്ക് ഞാൻ അള്ളാഹിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നങ്ങളുടെ ചെറുപ്പക്കാരന്റെ കാര്യം ഒന്ന് പറഞ്ഞു. ഒരു 2 പോയിന്റും കൂടെ അതിനോട് ഞാൻ ചേർത്ത് വെക്കുകയാണ് സന്ദർഭോചിതമായി. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു കാണാൻ തൗഫീഖ് തരട്ടെ, നമുക്കും തൗഫീഖ് തരട്ടെ. ഇദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, മോനെ എപ്പോഴാ നീ എത്ര വയസ്സ് മുതലാ കാണാൻ തുടങ്ങിയത്? അവൻ പറഞ്ഞു, ചെറുപ്പം മുതൽ കാണാൻ തുടങ്ങി. ഈ അടുത്ത് വരെയും കാണുമായിരുന്നു. കണ്ട രംഗങ്ങളെ കുറിച്ച് ഞാൻ ചോദിച്ചു. കുറെ രംഗങ്ങൾ എന്നോട് പറഞ്ഞു, അള്ളാഹിന്റെ റസൂലിനെ കണ്ട രംഗങ്ങൾ. ഒരു തവണ ഞാൻ കാണുന്നത് അള്ളാഹിന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാളും ഏതെങ്കിലും പണ്ഡിത തറവാട്ടിൽ ജനിച്ച ആളല്ല, സയ്യിദ് തറവാട്ടിൽ കുടുംബത്തിൽപ്പെട്ട കുട്ടിയല്ല, ആത്മീയമായ ചുറ്റുപാടുള്ള ഒരു വീട്ടിലുള്ള കുട്ടിയല്ല. പക്ഷെ അവൻ തീരുമാനിച്ചു, അള്ളാഹിന്റെ റസൂലിനോട് എനിക്ക് ഇഷ്ടം വേണം. അപ്പൊ സാഹചര്യം നോക്കണ്ട, അല്ലാഹു തആല നിഅമത്ത് ചെയ്യാൻ, പടച്ചവൻ ഏറ്റെടുക്കാൻ ഒരാളിനെ കുറിച്ച് തീരുമാനിച്ചാൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും അല്ലാഹു തആല ഏറ്റെടുക്കും.
അവൻ പറഞ്ഞു, ഒരു തവണ ഞാൻ അള്ളാന്റെ ഹബീബായ പ്രവാചകനെ കാണുന്നത് അള്ളാന്റെ റസൂല് നിൽക്കുന്നുണ്ട്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നിൽക്കുന്നുണ്ട്. ഇങ്ങനെ 3 പേരും കൂടെ നിൽക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുന്നതാ കാണുന്ന സ്വപ്നം. ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ അള്ളാന്റെ ഹബീബായ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട സന്തത സഹചാരികളായ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2 പടനായകരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോടും 20 ഭൗതിക സാമ്രാജ്യത്തിന്റെയും ഒരാത്മീയ സാമ്രാജ്യത്തിന്റെയും പടനായകനായ നീതി എന്ന 2 അക്ഷരം ലോകത്ത് വെളിച്ചം കാണിച്ച അത്ഭുത മനുഷ്യനായ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിനോടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ വരുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ഈ സാധുവായ എന്നെ കുറിച്ച് അവർ 2 പേരോടും പരിചയപ്പെടുത്തുന്നു. ഇതിനേക്കാളും ഭാഗ്യമുള്ള സ്വപ്നം എന്താ? ഒരു ദിവസം കാണുന്നത് എന്തോ പഴം പോലെ, മാമ്പഴം പോലെയുള്ള പഴം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യവൻ വരുന്നു, യവൻ അതിൽ നിന്ന് എടുത്തു കൊടുക്കുന്നു. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് കള്ളം പറയാൻ പറ്റുമോ? അല്ലാഹ് തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരനാണ്. അപ്പൊ സാഹചര്യം നമ്മൾ നോക്കണ്ട, നമ്മുടെ ഖൽബ് റബ്ബിലേക്ക് അടുപ്പിച്ചോ. ഒരു ചെറിയ കാര്യത്തെ നമ്മൾ നിസ്സാരപ്പെടുത്തരുത്. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു തിന്മയിൽ അള്ളാഹുവിന്റെ കോപമുണ്ടാവും. ചെറുപ്പക്കാര് ചിന്തിച്ചു. അപ്പൊ അതുകൊണ്ട് ഒരു തിന്മയും നിസ്സാരമായി കാണരുത്, ശ്രദ്ധിക്കണം. എല്ലാം ഏത് നന്മയിലാണ് അള്ളാഹുവിന്റെ പൊരുത്തമുള്ളത് എന്ന് പടച്ചവൻ കൃത്യമായി പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ അത് മാത്രം ഫോക്കസ് ചെയ്യും, അത് മാത്രം ചെയ്ത് രക്ഷപ്പെടാൻ നോക്കും. അതുകൊണ്ട് എല്ലാ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിക്കണം. എത്ര ആളുകൾ തുപ്പുന്ന സമയം ഞാൻ തുപ്പുന്നത് വലതുഭാഗത്തേക്കാണോ ഇടതുഭാഗത്തേക്കാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഒരു നിസ്സാര കാര്യ, എന്തായിരുന്നാലും തുപ്പൽ വന്നാൽ തുപ്പണം, വേണ്ടേ? ഈ തുപ്പുന്നത് ഇടത്തോട്ടായാൽ ഒരു കൂലിയല്ലേ? ഏത് നിസ്സാര കാര്യത്തിലാ റബ്ബ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്? ഇടത്ത് ചിലപ്പോ നമ്മൾ ബഹുമാനിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വലത്താകാം. മുമ്പിൽ ആളുകൾ നടക്കുന്നു, ഇടത്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാകാം? വലത്താകാം. അത് മസല മാറും. നോർമലി നമ്മൾ തുപ്പേണ്ടത് ഇടത്തോട്ടാണ്. ഇത് നമുക്ക് നിസ്സാരമാണ്. വലിയ സബൂൽ മുബിക്കാത്തൊന്നുമല്ല. ഇങ്ങനെ 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 എത്ര കാര്യങ്ങൾ, സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. ഒരു തിന്മയിൽ, ഏതെങ്കിലും ഒരു തിന്മയിൽ, ഒരു ചെറിയ തിന്മയിൽ അള്ളാഹുവിന്റെ കോപമുണ്ടാവും. അത് ഏത് തിന്മയാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ വചനാമൃതങ്ങളുടെ ആശയമാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എല്ലാ തിന്മകളെയും തൊട്ട് നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദർ അല്ലാഹു മറച്ചു വെച്ചു. ലൈലത്തുൽ ഖദർ റമദാനിൽ ഏത് രാവിലെ അല്ലാഹു തആല തരുന്നതെന്ന് അല്ലാഹു പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു രാവ് കൃത്യമായി പറഞ്ഞാൽ ആ ദിവസം മാത്രം നമ്മൾ അന്ന് ബഹളം വെച്ച് അന്ന് പള്ളിയിൽ ആൾ കൂടും. അല്ലാത്ത 29 ദിവസവും ആരുണ്ടാവൂല. എല്ലാ ദിവസവും റമദാൻ മാസത്തിന്റെ എല്ലാ രാത്രികളും ശ്രദ്ധിക്കാൻ വേണ്ടി ലൈലത്തുൽ ഖദറിനെ അല്ലാഹു തആല മറച്ചു വെച്ചു. മറ്റൊന്ന് ഇസ്മുൽ അഅ്ളം. അള്ളാഹുവിന്റെ 99 നാമങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാമമുണ്ട്. ആ നാമം ശ്രദ്ധയോടെ ഉച്ചരിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അഅ്ളമായ ഇസ്മ, അത് ഏത് ഇസ്മാണെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. എല്ലാത്തിനും നീ പവർ കൊടുത്തോ, അപ്പോ അതിൽ ഒരെണ്ണത്തിന് അല്ലാഹു തആല വലിയ ഉത്തരം നൽകും. മറ്റൊന്ന്, വെള്ളിയാഴ്ചയിലുണ്ട് ഒരു സമയം. ആ ഒരു സമയം റബ്ബിന്റെ മുമ്പിൽ കൈനീട്ടിയാൽ ഉത്തരം ഉറപ്പാണ്. ഇന്ന സമയമാണെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ഇമാമിയങ്ങള് 100 കണക്കിന് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന സമയമായിരിക്കാൻ, ചിലപ്പോൾ അസറിന് ശേഷമാകാം, ജുമായ്ക്ക് ശേഷമാകാം, ജുമായ്ക്ക് മുമ്പാകാം. വെള്ളിയാഴ്ചയിലൊരു സമയം. എന്തിനാ? വെള്ളിയാഴ്ച സമയം മുഴുവനും നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ആ ഒരു ചെറിയ സമയം മാത്രം ഫോക്കസ് ചെയ്താല് രക്ഷയുണ്ടാവൂല. അല്ലാഹു തആല ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ഹാഫിളു അലസ്സലവാത്ത് വസ്സലാത്തിൽ വുസ്താ, എല്ലാ നിസ്കാരങ്ങളും നിങ്ങൾ സൂക്ഷ്മതയോടെ നിർവഹിക്കണം. അസ്സലാത്തുൽ വുസ്താ, സ്വലാത്തുൽ വുസ്താ എന്ന് പറയുന്ന ഒരു നിസ്കാരമുണ്ട്. അതേത് നിസ്കാരമാണെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല ഖുർആനായത്താണ്. അത് വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണ്. അത് പ്രത്യേകമായി ഫോക്കസ് ചെയ്യേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അത് പറയാത്തതുകൊണ്ട് 5 നേരത്തെ നിസ്കാരങ്ങൾ മുഴുവനും വളരെ ശ്രദ്ധയോടുകൂടി പരിപാലിച്ച് മുന്നോട്ട് പോകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പരിസരത്തുള്ള പ്രിയപ്പെട്ട പെങ്ങന്മാരെ, അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജീവിതത്തിൽ തന്നിട്ടുള്ള യുവത്വമുണ്ടല്ലോ, അത് അടിച്ചു പൊളിക്കാനുള്ളതല്ല, അരങ്ങ് തകർക്കാനുള്ളതല്ല, അള്ളാഹുവിനെ വെല്ലുവിളിക്കാനുള്ളതല്ല, പടച്ചവനെ കുറിച്ച് ചിന്തിക്കാനും ഹബീബായ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാനും വിശുദ്ധമായ കലാമുമായിട്ട് അടുപ്പമുണ്ടായിട്ട് സ്വർഗം വാങ്ങാനുള്ള യുവത്വമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ യുവത്വത്തിന്റെ പ്രസരിപ്പൊന്ന് ആലോചിച്ചു നോക്ക്. എത്ര ഹൈ പവർ ആ യുവത്വത്തിനുള്ളത്. ആ യുവത്വം കൊണ്ടാണ് മഹാന്മാര് നേടിയിട്ടുള്ളത്. ആ യുവത്വം കൊണ്ടാണ് മഹതിമാര് നേടിയിട്ടുള്ളത്. ആ യുവത്വം നഷ്ടപ്പെട്ടു പോയാൽ ആരോഗ്യമാകുന്ന ഏറ്റവും ആരോഗ്യത്തിന്റെ സമ്പൂർണമായ മൂർത്തിഭാവമുള്ള സമയമാണ് നമ്മുടെ യുവത്വം, അല്ലേ? ഏറ്റവും നല്ല ഹൈ പവർ ആരോഗ്യമുള്ള സമയം. വലിയ വലിയ പാറകൾ പോലും എടുത്തു പൊക്കാൻ പറ്റുന്ന പവറുണ്ട്. കുറച്ച് പ്രായം ചെന്നാലോ ഉടുത്തിരിക്കുന്ന തോർത്തുമുണ്ട് അതൊന്ന് പിഴിയാൻ പോലുമുള്ള ആരോഗ്യമുണ്ടാവൂല, കൈപിടിക്കൂല, കൈക്കത് ആരോഗ്യം കിട്ടൂല. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. പ്രായമുള്ള ഉപ്പാപ്പമാരും ഉമ്മാമമാരും പരിസരത്തിരുന്ന് ഈ വിനീതന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അല്ലാ, ഞങ്ങളുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കണേ അല്ലാ. മരിക്കുന്നവരെ പടച്ചവനെ മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നൽകണേ അല്ലാ. ചെറുപ്പക്കാരാ, ആഫിയത്ത് എന്ന് പറഞ്ഞാൽ, ആരോഗ്യമെന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ലല്ലോ. ഒന്നാലോചിച്ചു നോക്ക്. നിസ്കാരം, സുബഹ് നിസ്കാരം എന്ന് പറയുന്ന നിസ്കാരമുണ്ടല്ലോ, അതിന്റെ 2ാമത്തെ റക്അത്തിൽ ഇഅ്തിദാലിന് ശേഷം പടച്ച റബ്ബുൽ ഇസ്സത്തായ നാഥന്റെ മുമ്പിൽ 2 കരങ്ങൾ ഉയർത്തിയിട്ട് നമ്മളൊന്ന് പ്രാർത്ഥന നടത്തുന്നുണ്ടല്ലോ. ഖുനൂത്ത് എന്ന് പറയുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ റബ്ബിനോട് ആ പ്രധാനപ്പെട്ട നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്നത് എന്താ? അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, പടച്ചവനെ നീ സന്മാർഗം സിദ്ധിച്ചവരിൽ ഞങ്ങളെയും പെടുത്തണയല്ല. പടച്ചവനോട് ഹിദായത്ത് ചോദിച്ചിട്ട് 2ാമത് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയുവോ? അല്ലാഹുവേ, ഹിദായത്ത് മാത്രം പോരാ, വഅഫിനാ ഫീമൻ ആഫൈത്, അല്ലാഹുവേ നീ ആരോഗ്യം കൊടുത്തവരിൽ ഞങ്ങളെ നീ പെടുത്തണയല്ല. ശാരീരിക സൗഖ്യമുള്ളവരിൽ ഞങ്ങളെ നീ പെടുത്തണയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അനുനിമിഷം നമുക്ക് കോടാനകോടി അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന റബ്ബിനെ കുറിച്ച് ഇന്ന് വരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരാ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നല്ലതുപോലെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്ന സമയം യുവത്വ കാലഘട്ടമല്ലേ? എല്ലാ അവയവങ്ങളും അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന സമയം യുവത്വ കാലഘട്ടമല്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹു ചോദിക്കുന്നു, അലം നജഅൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ, നിനക്ക് 2 കണ്ണുകൾ തന്നില്ലേ? നിനക്ക് 2 കണ്ണ് തന്നില്ലേ? ഒരു നാവ് തന്നില്ലേ? 2 ചുണ്ടുകൾ തന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരു സെക്കൻഡിൽ 33 കോടി, എത്ര? ഒരു സെക്കൻഡിൽ 33 കോടി രാസപ്രവർത്തനങ്ങളാണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്നത്, മനുഷ്യ ശരീരത്തിൽ നടക്കുന്നത്. ഒരു സെക്കൻഡിൽ 33 കോടി രാസപ്രവർത്തനങ്ങളാ. ഞാൻ ചോദിക്കട്ടെ, ഒരു അൽഹംദുലില്ലാഹ് മണിക്കൂറിലൊന്ന് പറയാൻ പറ്റുമോ? മണിക്കൂറിലൊന്ന് നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്നുണ്ടോ? ഒരു സെക്കൻഡിൽ 33 കോടി പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിൽ റബ്ബുൽ ഇസ്സത്തായ നാഥൻ തരുമ്പോൾ ഒരു സെക്കൻഡിൽ നമ്മൾ അൽഹംദുലില്ലാഹ് പറയേണ്ടവരാ. പക്ഷെ ഒരു മണിക്കൂറിൽ നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്നുണ്ടോ? ഒരു ദിവസം കിടക്കുന്ന സമയമെങ്കിലും അല്ലാഹ് ഇന്നത്തെ ദിവസം അത്ഭുതകരമായ എന്റെ ശരീരത്തെ പ്രവർത്തിപ്പിച്ചതെന്ന് അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് ഹൃദയത്തിൽ നിന്നൊരു അൽഹംദുലില്ലാഹ് പറയാൻ, ആഴ്ചയിലൊന്ന് പറയാൻ, മാസത്തിലൊന്ന് പറയാൻ, വർഷത്തിലൊന്ന് പറയാൻ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും 2 കണ്ണുനീര് വീഴ്ത്തിയിട്ട് ഹൃദയം നൊന്ത് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നാവ് കൊണ്ട് അൽഹംദുലില്ലാഹ് പറയാൻ പറ്റിയ ആളുകൾ എത്രയാ? അല്ലാഹു
ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏകദേശം സാധാരണ ഒരു മനുഷ്യന്റെ ഹൃദയം 1.5 കിലോ ഭാരമുള്ള ആ ഹൃദയമുണ്ടല്ലോ, അതെന്നാണ് വർക്ക് ചെയ്തു തുടങ്ങുന്നത്? മാതാവിന്റെ ഗർഭാശയത്തിൽ 4 ആഴ്ചയുള്ളപ്പോൾ ഹൃദയം വർക്ക് ചെയ്തു തുടങ്ങുകയാണ്. എപ്പോഴാ? ഇപ്പൊ നല്ല ഓടിയും ചാടിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പന്തുകളിയും സർവ്വകാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ ഹൃദയം ആ സമയം ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവമുണ്ട്. ഈ ഹൃദയത്തിന്റെ വിഷയങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ ശബ്ദം, നമ്മുടെ ഹൃദയം ഇങ്ങനെ ഇടിക്കുന്നതിനൊരു ട്യൂണുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. എന്താണ് ആ ട്യൂണ്? ആർക്കെല്ലാം അറിയോ? നമ്മുടെ ഹൃദയം ഇടിക്കുന്നുണ്ടോ? ഉണ്ടോ ഇല്ലേ? നിങ്ങൾക്ക് സംശയമാണോ? അല്ലാ, നിങ്ങൾ പറയേണ്ട കാര്യമില്ല, അത് വെറുതെ വെച്ചതാ. ഇടിക്കുന്നില്ല, ഇവിടെ ഇരിക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്. ഹാർട്ട് ബ്ലോക്കുകളെ കുറിച്ച് പറഞ്ഞ അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. എത്ര ആളുകളാണ് പേസ് മേക്കർ വെച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ എത്രയാണ്. നമ്മുടെ ഹൃദയം ഇടിക്കുന്നതിന് ഒരു ശബ്ദമുണ്ട്, അത് സയൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ലബ് ടബ് ലബ് ടബ് ലബ് ടബ് ലബ് ടബ് ലബ് ടബ് ലബ് ടബ്. രണ്ടിലും ബാ ഉണ്ട്. ഞാനിങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ ചിലപ്പോൾ അത് അവർക്ക് തെറ്റിയതാകാം. ഞാൻ ചിന്തിച്ചത് ഞാൻ നിങ്ങളോട് പറയാണ്. ചിലപ്പോൾ അത് ഒരക്ഷരത്തിന്റെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ആ റബ്ബ് 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 എന്ന് പറഞ്ഞാണെങ്കിലോ ഇടിക്കുന്നത്, ഒരക്ഷരം ചിലപ്പോൾ മാറ്റിയാണെങ്കിലോ ലബ് ടബ് റബ്ബ് റബ്ബ്. എത്ര മാച്ചിങ്ങാണ്! അല്ലാഹ്, നമ്മുടെ ഹൃദയത്തിന്റെ താളം പോലും ആ റബ്ബിന്റെ ബാ എന്ന് പറയുന്ന അക്ഷരത്തെ അനലൈസ് ചെയ്തുകൊണ്ടാണ് വരുന്നതെങ്കിൽ അല്ലാ, മാതാവിന്റെ ഗർഭാശയത്തിൽ ബീജത്തുള്ളി വീണ് 4 ആഴ്ച 4 മാസമല്ല, 4 ആഴ്ചയായത് മുതൽ നമ്മുടെ ഹൃദയം വർക്ക് ചെയ്തു തുടങ്ങിയ 4 മാസമാകുമ്പോഴാ റൂഹ് അല്ലാഹു തആല നൽകുന്നത്. റൂഹ് നൽകുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല പമ്പ് ഹൗസ് ആകുന്ന ഹൃദയം അല്ലാഹു പ്രവർത്തിപ്പിച്ചു തുടങ്ങി. അല്ലാ, എന്റെ പ്രിയപ്പെട്ടവരെ, വിശ്രമിക്കാതെ 24 മണിക്കൂറും അന്ന് തുടങ്ങിയ ഇടിയ ഇപ്പടി ഇടിച്ചുകൊണ്ടിരിക്കുക. എവിടം വരെ ഇടിക്കുമെന്നറിയുവോ? ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത് വരെ നമ്മുടെ ഹൃദയം ഇടിക്കും കേട്ടോ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ 10,000 ലിറ്റർ രക്തം ഒരു ദിവസം പമ്പ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഹൃദയത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ ശരീരത്തെ കുറിച്ച് നിങ്ങൾ കാര്യമായി ചിന്തിക്കുന്നില്ലേ? റബ്ബിന്റെ ചോദ്യമാ. ചെറുപ്പക്കാരാ, ആരോഗ്യമുള്ള ശരീരമുള്ള നല്ല തൊടുതുടിപ്പുള്ള ശരീരമുള്ള പെങ്ങളെ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, ചിന്തിച്ചു നോക്ക് പൊന്നുമോനെ. ഒരു ദിവസം 10,000 ലിറ്റർ രക്തം, ഒരു ദിവസം 10,000 ലിറ്റർ. നമ്മുടെ വലിയ വിശാലമായ 5,000-ന്റെയും 4,000-ന്റെയും 3,500-ന്റെയും സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീട്ടിന്റെ ടെറസിൽ വെച്ചിരിക്കുന്നത് 1000 ലിറ്റർ കപ്പാസിറ്റിയുള്ള വെള്ളത്തിന്റെ ടാങ്കാ. 1000 അല്ലെങ്കിൽ 500, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലര് 2,000 ഒക്കെ കുറവാണ്. ഒരു നോർമലി 1,000 ലിറ്റർ ആണ് അല്ലേ? നിങ്ങളെ വീട്ടിൽ എത്ര വെച്ചിരിക്കുന്നത് അറിയോ? ടാങ്കിന്റെ 2,000. ഇടയ്ക്കിടയ്ക്ക് 2,000 ഉണ്ടോ? 2,000 പറഞ്ഞു നന്നായി അല്ലേ? ഞാൻ കുടുങ്ങി പോയത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ വീട്ടിൽ 1000, ഉസ്താദിന്റെ വീട്ടിലോ 500 ആടാ. അപ്പൊ 3 ആയി, കണക്ക് റെഡിയായി. കണക്ക് ഒരു 2,000 ആയി, 1,000-ന്റെ ആളുമായി. ഉസ്താദിന് ഒരു 500 ആയി. അള്ളാഹു ഒരു 2,000 ലിറ്റർ വെള്ളം വെക്കാൻ പറ്റിയൊരു വീടാക്കി കൊടുക്കട്ടെ. ഞങ്ങൾ ഉസ്താദാണ്. ഇത് കിട്ടുമ്പോഴേ ഉള്ളൂ ദുആ. ഞാൻ പറഞ്ഞില്ലേ, ദുആ കൊണ്ടേ നേടിയിട്ടുള്ളൂ. അള്ളാഹു തരണമെങ്കിൽ അതുണ്ടല്ലോ. കൂടുതൽ അടുപ്പ് കത്തുന്ന വീടാക്കി തരട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? കുറെ അധികം ആൾക്കാരെ സൽക്കരിക്കാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കണം അർത്ഥം. അപ്പൊ ഓരോന്നിനും ദുആയ്ക്ക് അർത്ഥമുണ്ട്. ഒരു 2,000 ലിറ്ററിന്റെ ടാങ്ക് വെക്കാൻ പറ്റിയൊരു വീടാക്കി അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആവശ്യാനുസരണം അല്ലാഹു കൊടുക്കട്ടെ. വീടില്ലാത്തവർക്ക് അല്ലാഹു വീട് കൊടുക്കട്ടെ. പണി തുടങ്ങിയ വീടുകൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. പൂർത്തിയായ വീടുകളിൽ അല്ലാഹു തആല സാമ്പത്തിക പ്രയാസങ്ങൾ തീർത്തു കൊടുക്കട്ടെ. അങ്ങനെ
ഇങ്ങനെയുണ്ട് കുറെ ആളുകൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ചുരുക്കുക. ഞാൻ പറയുന്നത് 10,000 ലിറ്റർ രക്തമാണ് ഒരു ദിവസം നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്നത് അറിയുമോ? അത് എത്ര ഫീറ്റ് ഉയരത്തിലേക്കാ തെറിപ്പിക്കാനും പവർ ഉള്ളതെന്നറിയുമോ? 30 ഫീറ്റ് ഉയരം വരെ തെറിപ്പിക്കാൻ പറ്റും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലെ മോട്ടർ ഒന്ന് ഓഫാക്കാൻ മറന്നുപോയി, നമ്മളൊരു കല്യാണത്തിന് പോയാൽ, ഒരു വിശേഷത്തിന് പോയാൽ, ഏതെങ്കിലും ഒരു കാര്യത്തിന് മോട്ടർ ഓണാക്കിയിട്ട് മറന്നുപോയാൽ തിരിച്ചു വരുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. എന്തോ കരിഞ്ഞൊരു സ്മെല്ലുണ്ടാവും. എവിടാന്നൊരു പിടുത്തമില്ല. എന്താണ് സംഭവം? മോട്ടർ കരിഞ്ഞിട്ട് ഒരു ഉണ്ടപ്പരുവായി ഒരു കറുത്ത സാധനമായിട്ടിരിക്കുന്നുണ്ടാവും. മൊത്തം കരിഞ്ഞിട്ട് ഒരു 10 മണിക്കൂർ നിർത്താതെ ആള് വർക്ക് ചെയ്തു, വെള്ളമടിച്ചു. എന്ന് തുടങ്ങി നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യാൻ. ഒരു ദിവസം 10,000 ലിറ്റർ രക്തം പമ്പ് ചെയ്യുന്നു എന്ന് തുടങ്ങി. ഉമ്മാന്റെ വയറ്റിൽ 4 ആഴ്ചയായപ്പോൾ തുടങ്ങി, ഇപ്പോഴും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് ഉറങ്ങുന്ന സമയം, എന്നാ പിന്നെ ഞാനും കൂടെ ഒന്ന് വിശ്രമിക്കട്ടെ. ഈ ഉറങ്ങുകയാണ്, എന്നാ ഞാനും കൂടെ ഒന്ന് വിശ്രമിക്കട്ടെ. ഏതെങ്കിലും ഒരാളുടെ ഹൃദയം എന്ന് ചിന്തിക്കുന്നില്ല. നാം ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഹൃദയമുണ്ടല്ലോ. അല്ലാ മരണം വരെ നമ്മുടെ ആഫിയത്തിന് വേണ്ടി അല്ലാഹു തആല എന്ന അത്ഭുതമായ ശരീരത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറയാൻ തന്നെ മണിക്കൂറുകൾ എടുക്കും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവേ, മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് നൽകണേ അല്ലാ, പൂർണ്ണമായ ആഫിയത്ത് നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ ചുരുക്കുകയാ. അതുകൊണ്ട് പടച്ച തമ്പുരാൻ തന്ന ആഫിയത്തുണ്ടല്ലോ, ചെറുപ്പക്കാരോട് പറയുകയാ, അത് ടർഫുകളിൽ തീർക്കാനുള്ളതല്ല, അത് പ്ലേ ഗ്രൗണ്ടിൽ തീർക്കാനുള്ളതല്ല, അത് ഏതെങ്കിലും പെണ്ണിന്റെ പുറകിൽ തീർക്കാനുള്ളതല്ല, വാട്സാപ്പിൽ തീർക്കാനുള്ളതല്ല, ഫേസ്ബുക്കിൽ തീർക്കാനുള്ളതല്ല, ഏതെങ്കിലും സോഷ്യൽ നെറ്റ്വർക്കുകളിൽ തീർക്കാനുള്ളതല്ല. ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ ഏത് സമയവും കളിയും രസങ്ങളുമായിട്ട് മാറിയാൽ പടച്ച റബ്ബുൽ ഇസ്സത്തായ നാഥന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമല്ലോ, അള്ളാന്റെ മുമ്പിൽ നിൽക്കുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഒരു മെമ്മറി കാർഡ് അല്ലാഹു തആല ഹാജരാക്കും. ഒരു മെമ്മറി കാർഡ് നമുക്ക് മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇൻബിൽറ്റ് ആയിട്ടാണ് ഇപ്പൊ നമുക്ക് മെമ്മറി ഉള്ളത്, അല്ലേ? മുമ്പൊക്കെ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു, ചെറിയ ചിപ്പ് ഉണ്ടായിരുന്നു, 1 GB 2 GB 500 MB ഇങ്ങനെ വലുതും ചെറുതുമായ ചിപ്പുകൾ ഉണ്ടായിരുന്നു. അത് സൈഡിലൂടെ തിരികെ കയറ്റും. നമ്മൾ എടുക്കുന്ന ഫോട്ടോ, നമ്മൾ എടുക്കുന്ന വീഡിയോ, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന വോയിസ് ക്ലിപ്പ്, ഇതെല്ലാം ആ മെമ്മറി കാർഡിൽ സേവ് ആകും. നമ്മൾ ചിലപ്പോൾ ആ മെമ്മറി കാർഡ് ഊരും, പുതിയൊരു മെമ്മറി കാർഡ് ഇടും. ആ മെമ്മറി കാർഡ് നമ്മളിങ്ങനെ സ്വർണം പൊതിയുന്നത് പോലെ പേപ്പറിൽ ചുരുട്ടി വെക്കും. മുമ്പൊക്കെ നമ്മൾ ചെയ്തിരുന്നതാ, പേപ്പറിൽ ഭദ്രമായി ചുരുട്ടിയിട്ട് അലമാരയില് ഒരു പേപ്പറിന്റെ അടിയിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കും. കാലം കുറേയായി, 10 വർഷം കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അലമാര വൃത്തിയാക്കുന്ന സമയം ആ മെമ്മറി ചിപ്പ് ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടു. നമ്മൾ അതിങ്ങനെ എടുത്തു. പടച്ചവനെ, എന്റെ പഴയ മെമ്മറി കാർഡാണല്ലോ, ഇപ്പോൾ ഇട്ടിരിക്കുന്ന മെമ്മറി കാർഡ് ഊരും, എന്നിട്ട് ആ പഴയ മെമ്മറി കാർഡ് ഒന്നിടും. അല്ലാ, ഇപ്പോൾ തന്റെ മകൾക്ക് 10 വയസ്സുണ്ട്. അവളെ പ്രസവിച്ചപ്പോഴാണ് ഇത് ഊരിയിട്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആ ചോരക്കുഞ്ഞിന്റെ മുടി കളയുന്ന വീഡിയോ അതിലുണ്ട്. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന പ്രിയപ്പെട്ട മോളുണ്ടല്ലോ, ആ മകനുണ്ടല്ലോ, അവൻ പ്രസവിച്ച ഫോട്ടോ ഉണ്ട്, ഉപ്പ കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. അങ്ങനെ വിശിഷ്ടമായിട്ടുള്ള ചെറുപ്പകാലത്തെ ഫോട്ടോകൾ, വീട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ട്, പറമ്പിന്റെ ഫോട്ടോ ഉണ്ട്. പറമ്പ് വാങ്ങി ഇപ്പോൾ വീട് വെച്ചിട്ടുണ്ട്, പക്ഷേ പഴയ വീടിന്റെ ഫോട്ടോ ഉണ്ട്. അങ്ങനെ വളരെ അത്ഭുതകരമായ പഴയ ഫോട്ടോകൾ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുകയാ, പടച്ചവന് ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടായിരുന്നോ? ശരിയോ തെറ്റോ? പടച്ചവന് ഇതെല്ലാം ഇതിലുണ്ടായിരുന്നു, ഞാൻ കരുതി എല്ലാം ഡിലീറ്റ് ആയി പോയെന്ന്. ഇതേ ഒരു ചോദ്യം പരലോകത്തിൽ ചോദിക്കുന്നുണ്ട്. സെയിം സംഭവം. ശ്രദ്ധിച്ചോ, ചുരുക്കുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു ദുആ ഇറക്കണം, നല്ല ദുആ ചെയ്യണം, നല്ലൊരു ദുആ ചെയ്യണം. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഇജാബത്തിന്റെ അടയാളം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താ പറഞ്ഞത്? പരലോകത്തിൽ ഇതേ അവസ്ഥയുണ്ട്. ചെറുപ്പക്കാർ കാര്യമായിട്ട് ചിന്തിച്ചോ. നമ്മുടെ ഉള്ളിൽ ഒരു ഇന്റേണൽ മെമ്മറി കാർഡ് ഉണ്ട്, എക്സ്റ്റേണൽ അല്ല, ഇന്റേണൽ. അല്ലാഹു ജനിച്ചപ്പോൾ തന്നെ അകത്ത് വെച്ചിട്ടുള്ള ഒരു ചിപ്പ് ഉണ്ട്. കണ്ണാകുന്ന നമ്മുടെ വീഡിയോ ക്യാമറ, അത് കാണുന്ന വീഡിയോ ഈ ചിപ്പിൽ സേവ് ആവും. നമ്മളെടുക്കുന്ന ഇമേജസുകൾ അത് സേവ് ആകും. കണ്ണുകൊണ്ടെടുക്കുന്ന ഫോട്ടോ, കാതുകൾ കൊണ്ട് കേൾക്കുന്ന വോയിസ് ക്ലിപ്പ് ഈ മെമ്മറി കാർഡിൽ സേവ് ആവും. എല്ലാം സേവ് ആവും.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കരങ്ങൾ സംസാരിക്കും, കാലുകൾ സാക്ഷി നിൽക്കും, നാവുകൾ സീല് വെക്കും. അങ്ങനൊരു ദിവസം അല്ലാ അപ്പോഴാണ് പടച്ചവൻ മുമ്പ് വെച്ച മെമ്മറി കാർഡ് എടുത്തിട്ട് നമ്മുടെ മുമ്പിൽ വലിയൊരു സ്ക്രീൻ ഉണ്ടാക്കിയിട്ട് ആ മെമ്മറി കാർഡ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളതാ കാണുകയാ, എല്ലാം കാണുന്നുണ്ട്, ഒന്നുപോലും മറന്നുപോയിട്ടില്ല. അപ്പോൾ അവൻ പറയും ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. പടച്ചവരെ, ചെറിയ തെറ്റുകൾ അതിലുണ്ടല്ലോ, വലിയ തെറ്റുകളിലുണ്ടല്ലോ, ഞാൻ മറന്നുപോയതുണ്ടല്ലോ, ഓർക്കാപ്പുറത്ത് വന്നതുണ്ടല്ല, സർവ്വതും ആ മെമ്മറി കാർഡിൽ സേവായ മെമ്മറി കാർഡ് പടച്ച തമ്പുരാനങ്ങൾ എടുത്തിടുമ്പോൾ ആ മെമ്മറി കാർഡ് ഹാങ്ങാവൂല, അതിൽ വൈറസ് കയറൂല, അത് കംപ്ലൈന്റ് ആകൂല. ദുനിയാവിലെ മെമ്മറി കാർഡിൽ ഇതെല്ലാം എന്തെങ്കിലും കേടുവരാൻ സാധ്യതയുണ്ട്. പടച്ചവൻ നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുള്ള മെമ്മറി കാർഡ് ഉണ്ടല്ലോ, ചിപ്പുണ്ടല്ലോ, പരലോകത്തിൽ എടുക്കാനുള്ള ചിപ്പുണ്ടല്ലോ, അതൊരിക്കലും വൈറസ് കയറി നശിക്കൂല. അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ, അല്ലാഹു ചിന്തിക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാ, നല്ലൊരു ജീവിതം എന്തിനാ? നല്ലൊരു മരണത്തിന് വേണ്ടിയാ. നല്ലൊരു മരണം എന്തിനാ? നല്ലൊരു ജീവിതത്തിന് വേണ്ടിയാ. മനസ്സിലായില്ല? നല്ലൊരു ജീവിതം എന്തിനു വേണ്ടിയാ? നിങ്ങൾ പറയും, നമുക്ക് നിർത്താൻ. നല്ലൊരു ജീവിതം എന്തിനു വേണ്ടിയാണ്? പറയും. നല്ലൊരു മരണത്തിന് വേണ്ടി. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നല്ലൊരു മരണത്തിന് വേണ്ടിയാണ്. പിന്നെ തന്നെ നല്ലൊരു ജീവിതത്തിന് വേണ്ടി. പക്ഷെ ആദ്യത്തെ ജീവിതവും രണ്ടാമത്തെ ജീവിതവും തമ്മിൽ ഒരുപാട് ആനയാടുമ്പോൾ വ്യത്യാസമുണ്ട്. മരണം കൊണ്ട് തുടങ്ങുന്ന മരണമില്ലാത്ത ജീവിതം, മരണമില്ലാത്ത ജീവിതം തുടങ്ങുന്നത് മരണം കൊണ്ടാണ്. അല്ലാഹുവിന്റെ ഹിക്മത്ത് കണ്ടോ? മരണം കൊണ്ട് തുടങ്ങുക മരണമില്ലാത്ത ജീവിതം. അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വരും. പ്രായപരിധിയൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രായപരിധിയൊന്നുമില്ല. ചില ആളുകൾ വിചാരിക്കും, ഉസ്താദ് ഞാനിപ്പോ നല്ല 25 വയസ്സുള്ള, അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മസിൽ പവറുള്ള, അൾട്രേഷൻ ചെയ്ത ബുള്ളറ്റിലോ ഡൂക്കിലോ അപ്പാച്ചയിലോ അല്ലെങ്കിൽ എന്താ മറ്റേ 150യോ 280യോ ഏതാന്ന് വെച്ചാൽ ആ ബൈക്കിലൊക്കെ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ഞാനിങ്ങനെ ടൈറ്റ് ഫിറ്റ് ആകുന്ന ടീഷർട്ടൊക്കെ ഇട്ട് അന്യ പെമ്പിള്ളാര് കാണുമ്പോൾ അവനാൾ ഉഷാറാണല്ലോ, നല്ല ചെക്കനാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന രൂപത്തിൽ നല്ല ഉഷാറായി ഹെയർ സ്റ്റൈലും എല്ലാ നിലക്കും ഇങ്ങനെ ഒരുങ്ങി തയ്യാറായി, ഒരു പനി പോലും വരാത്ത, ഒരു രോഗവും വരാത്ത ചെറുപ്പക്കാരനാ ഞാൻ. മധുര 17കാരികളായ പെൺകുട്ടികളും ചിന്തിക്കും, ഉസ്താദേ ഞാൻ ഒരുപാട് ജീവിച്ച് സന്തോഷിക്കാനുണ്ടല്ലോ, ഞാൻ ഇപ്പോഴെങ്ങും മരിക്കുവോ, എന്റെ അടുക്കലേക്ക് അസ്റായിൽ വരുവോ? ഇങ്ങനെ ചിന്തിക്കുന്നവർ ഈ പെരിയാൽ കണ്ണൂരിലെ എന്റെ പ്രിയപ്പെട്ടവരെ പരിസരത്തുള്ള പള്ളിക്കാട്ടിലേക്കൊന്ന് കടന്നു ചെല്ലണം. അവിടെ കിടക്കുന്ന കബറാളികളുടെ കബറിന്റെ വലിപ്പവും അവിടെ കിടക്കുന്നവരുടെ പ്രായവും അന്വേഷിക്കണം. അവിടെ കിടക്കുന്നത് 95 വയസ്സുള്ള ഉപ്പാപ്പ മാത്രമല്ല, 90 വയസ്സുള്ള ഉമ്മാമ മാത്രമല്ല, ചോര കുഞ്ഞുങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. 5 വയസ്സുള്ള പൈതലുണ്ട്, 10 വയസ്സുള്ള പൊന്നുമോനുണ്ട്, 15 വയസ്സുള്ളവരുണ്ട്, 20കാരുണ്ട്, 25, 30, 35, 40, 50 വ്യത്യസ്ത പ്രായക്കാരുടെ സംഗമ ഭൂമിയാണ് പള്ളിക്കാട്. നമ്മൾ എങ്ങനെയാ അതൊന്ന് ചിന്തിക്കാതെ പോകുന്നത്? നമുക്കൊരു മരണമുണ്ടല്ലോ പൊന്നുമോനെ, അസ്റായിൽ നമ്മുടെ അടുക്കലേക്ക് വരുമല്ലോ പെൺപെങ്ങള്. നമ്മുടെ അടുക്കൽ അസ്റായിൽ മാത്രമല്ല, ഞാൻ ചുരുക്കുകയാ, 300 മലക്കുകൾ വരും. 300 മലക്കുകൾ വരും. 150 മലക്കുകൾ വലത് ഭാഗത്ത് നിൽക്കും, 150 മലക്കുകൾ ഇടത് ഭാഗത്ത് നിൽക്കും. എന്നിട്ട് വലതുകാലിന്റെ തള്ളവരൽ മുതൽ അതാ മുട്ടുവരെ 50 മലക്കുകൾ റൂഹിനെ ഊരിയെടുക്കും. അല്ലാ, അപ്പോൾ ഇടതുകാലിന്റെ തള്ളവരൽ മുതൽ മുട്ടുവരെ ഇപ്പുറത്ത് നിൽക്കുന്ന 50 മലക്കുകൾ ഊരിയെടുക്കും. ഇങ്ങനെ ഒരേ ഭാഗങ്ങളും അപ്പുറവും നിൽക്കുന്ന ഇപ്പുറവും നിൽക്കുന്ന 3 ഭാഗങ്ങളായിട്ടതാ ഭേദിച്ചുകൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് തൊണ്ടക്കുഴിയിൽ വരെ 300 മലക്കുകളും ഇടപെടും. തൊണ്ടക്കുഴിയിൽ അങ്ങ് റൂഹത്തും. അപ്പോഴാണ് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹി
അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു റൂഹിനെ പിടിക്കുന്നത്. നമ്മൾ മരിക്കേണ്ട പൊന്നുമോനെ, നമ്മുടെ മുമ്പിലുള്ള മറയങ്ങ് നീങ്ങുമല്ലോ, അത്ഭുതത്തിന്റെ ലോകം കാണുമല്ലോ. ഖബർ എന്ന് പറയുന്ന ഇരുളടഞ്ഞ ലോകത്തേക്ക് നമ്മളെ സ്നേഹിച്ചവർ, നമ്മൾ ആർക്ക് വേണ്ടി കഷ്ടപ്പെട്ടോ, നമ്മൾ ആർക്ക് വേണ്ടി കള്ളം പറഞ്ഞോ, നമ്മൾ ആർക്ക് വേണ്ടി എന്തെല്ലാം നിസ്കാരങ്ങൾ ഖളാഅക്കിയോ, അവര് തന്നെ നമ്മുടെ മുമ്പിലേക്ക് മണ്ണ് വാരിയിടുകയാ. നമ്മളെ ഖബറിൽ കിടക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇലാ യൗമിൽ ഖിയാമ വരെ ഖബറിൽ കിടക്കുമ്പോൾ നമ്മളിന്ന് സമ്പാദിച്ചു വെച്ചതല്ലാതെ ഖബറിന്റെ ഉള്ളിൽ കിട്ടൂല. പടച്ചവരെ, ഞങ്ങളെ കാക്ക് റബ്ബേ, നല്ലൊരു മരണം നൽകണയല്ല, അവസാന സമയം നന്നാക്കണയല്ല, ആഖിബത്ത് നന്നാക്കണയല്ല. പടച്ചവരെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നിന്റെ പൊരുത്തത്തിലാക്കണയല്ല.